ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. നമ്മൾ ബയോടെക്നോളജി എന്നൊരു ചാപ്റ്റർ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ബയോടെക്നോളജി എന്താണ്, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് ചെയ്യുക, ഒരു ജീവിയിലേക്ക് ഒരു ഫോറഞ്ചിനെ എങ്ങനെ കയറ്റി വയ്ക്കാം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചു. ഇത് നമ്മൾ അതിൻ്റെ ഒരു ഡേ ടു ഡേ ആപ്ലിക്കേഷൻസ് അതാണ് നമ്മൾ പഠിക്കുന്നത്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ അതാണ് പഠിക്കുന്നത്. ഒരു ചാപ്റ്റർ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. എന്താണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പിന്നെ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വീട്ടിലിരിക്കുകയാണ്, പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ നിങ്ങളുടൻ തന്നെ നോക്കിയപ്പോൾ പുറത്തൊക്കെ കറണ്ട്, നിങ്ങളുടെ വീട്ടിലാണ് കറണ്ട് പോയി, ഉടൻ തന്നെ നിങ്ങൾ KSEB ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇവിടെ കറണ്ട് പോയി ഒന്ന് ഓടി വരണമെന്ന് നോക്കണേ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ച കാര്യത്തിന് അവിടെ എന്തില്ല? ആപ്ലിക്കേഷൻ ഇല്ല. ഇല്ല. നിങ്ങൾ ബൈക്കിൽ യാത്രയാണ്, നിങ്ങളൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായ ആളാണ്, ബൈക്കിൽ യാത്രയാണ്, പെട്ടെന്ന് ബൈക്ക് കേടായി, അവിടെ നിന്ന് നിങ്ങൾ അവിടെ വെച്ചിട്ട് വർക്ക്ഷോപ്പിലേക്ക് വിളിക്കുകയാണ്, കേടായി എന്ന് അറിയാൻ വയ്യാതെ നന്നാക്കി തരണം. അപ്പം അവിടെ എന്തില്ല? നിങ്ങൾ പഠിച്ചതിന് ആപ്ലിക്കേഷൻ ഇല്ല, അല്ലേ? അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചർ കഴിഞ്ഞ ഒരാൾക്ക് തെങ്ങും തൈ നടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് പഠിച്ച ആൾക്ക് ആപ്ലിക്കേഷൻ ഇല്ലാതാണ്. പഠിച്ച കാര്യത്തിന് ഒരു നിത്യജീവിതത്തിന് ഉപയോഗമില്ല, അല്ലേ? അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുമ്പോഴെന്നാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം MBBS കഴിഞ്ഞ ഒരാൾ വീട്ടിലുണ്ട്, ഇച്ചിരി പനി, അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? ആ കുട്ടി എടുത്ത് മരുന്ന് കൊടുക്കും, അല്ലെ? പരിശോധിച്ച് മരുന്ന് കൊടുക്കും. അപ്പോൾ അത് ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ കറണ്ട് പോയപ്പോൾ നേരത്തെ പറഞ്ഞ ആളിൽ നിന്ന് ഫീസൊക്കെ അടക്കി നോക്കിയ ഫീസ് കെട്ടി കറണ്ട് കൊടുക്കും. സോ ഫീസ് പഠിച്ചതിന് അപ്ലൈ ചെയ്യുകയാണ്, അല്ലേ? അതാണ് ആപ്ലിക്കേഷൻ. നമ്മൾ ബയോടെക്നോളജി പഠിച്ചു, നിത്യത്തിൽ എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഈ ചാപ്റ്റർ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ, അതിന് നേട്ടമെന്ത്, കോട്ടമെന്ത്, ഇനി എന്തൊക്കെ പ്രയോജനം ഭാവിയിൽ ഉണ്ടാകാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നേരത്തെ പഠിച്ചത് തുടർച്ചയാണ്. ഇത് കുറെ കൂടെ ഡീപ്പായിട്ടൊരു മേഖലയാണ്. നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഈ ചാപ്റ്റർ പഠിക്കണം. ഇതുകൂടെ ഉള്ളു ശരിക്കും പറയാൻ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ അങ്ങോട്ടുള്ള ഒത്തിരി ഈസി ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ബയോടെക്നോളജി ഡീൽസ് വിത്ത് ലാർജ് പ്രൊഡക്ഷൻ ഓഫ് എന്ന് പറയാണ്. ബയോടെക്നോളജി ഇപ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നാണ് ഞാൻ ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ വായിച്ചതിന് ശേഷം തുടങ്ങത്തുള്ളൂ. അപ്പൊ നമുക്ക് ബയോടെക്നോളജി ഡീൽസ് വിത്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ്. ബയോടെക്നോളജി എന്താ ചെയ്യുന്നത് അറിയുമോ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, വലിയ അളവിൽ ഉത്പാദനത്തിനെ സഹായിക്കും. എന്താണ്? ഫാർമസ്യൂട്ടിക്കൽസ്, പ്രത്യേകിച്ചും ബയോഫാർമസ്യൂട്ടിക്കൽസ്. എന്താണ് ബയോഫാർമസ്യൂട്ടിക്കൽ? ഫാർമസ്യൂട്ടിക്കൽ എന്ന് വെച്ചാൽ ഔഷധങ്ങൾ നടത്താം, തെറാപ്യൂട്ടിക്സ്. ബയോഫാർമസ്യൂട്ടിക്കൽ, ജീവജാലങ്ങളിൽ നിന്നുള്ള ഔഷധ മേഖല, അല്ലെ? ഇപ്പൊ പണ്ടേ ജീവജാലങ്ങൾ ഔഷധ മേഖല നമുക്കുണ്ട്. കുറെ നമ്മൾ ആയുർവേദം, സസ്യങ്ങളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, അതിനെ കുറെ കൂടെ ഇലാബറേറ്റ് ചെയ്ത് കുറെ കൂടെ വികാസം പ്രാപിച്ചുകൊണ്ട് കൂടുതൽ അളവിൽ, വലിയ അളവിൽ അതിൽ ഉത്പാദനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന മേഖല. ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാം. കുറുന്തോട്ടി എന്നൊരു ചെടി, അല്ലെ? കുറുന്തോട്ടി വാദത്തിന് കഷായമാക്കി ഉണ്ടാക്കി പിടിക്കാറുണ്ട്, അല്ലെ? ഇവിടെ കുറുന്തോട്ടിയുടെ ഏത് ഭാഗമാണ് സാറിന് വരുന്നത്? വേരാണ്. ഈ വേരിലുള്ള ഏത് ഘടകമാണ് അത് നമുക്കറിയത്തില്ല. ഇപ്പൊ കുറുന്തോട്ടി എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിന്റെ വേരെടുത്ത് നമ്മൾ ഇടിച്ചു പിടിച്ച് കഷായത്തിൽ കുടിക്കുമ്പോൾ അതിനകത്തുള്ള ഏതോ ഒരു ഘടകമാണ് വേദനയ്ക്ക് ഗുണം ചെയ്യുന്നത് മനസ്സിലായി. ആ ഘടകം എന്താ നമുക്ക് അറിയത്തില്ല, അല്ലേ? അതാണ് ആയുർവേദത്തിന്റെ ഒരു രീതി. ഒരു ചെടിയെ അപ്പാടെ ഉപയോഗിച്ച് നമ്മൾ ഔഷധമായി ഉപയോഗിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഘടകമായിരിക്കും നമുക്ക് രോഗപ്രതിരോധം നൽകുന്നത്, അല്ലെങ്കിൽ രോഗത്തിന് ശമനം നൽകുന്നത്. പക്ഷേ ആ ഘടകം നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ കഴിക്കും, അല്ലേ? എന്നാൽ മോഡേൺ മെഡിസിനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഘടകം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ വേർതിരിച്ചെടുത്തിട്ട് അത് മാത്രമായി കൊടുക്കുന്ന രീതി. വിൻക്രിസിൻ എന്നൊരു കെമിക്കലുണ്ട്, വിൻകാർ റോസ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, ശവനാടി എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അതിനകത്ത് എടുക്കുന്ന ഒരു മരുന്നാണ് വിൻക്രിസിൻ. അത് ശരിക്കും ആ വിൻകാർ റോസയ്ക്കകത്തുണ്ട്, പക്ഷേ അത് ശരിക്കും ഹാർട്ട് സംബന്ധ രോഗത്തിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. പണ്ട് ഈ ചെടി ഉപയോഗിക്കുമായിരുന്നു, പക്ഷേ ചെടിക്കകത്ത് ഉണ്ട് എന്നല്ലാതെ ചെടിയിൽ ഏത് ഘടകമാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ചെടി അപ്പാടെ കഴിക്കേണ്ടി വരും. ഇപ്പോഴെന്ത് ചെയ്യുന്നു? ആ ഘടകം മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് മോഡേൺ മെഡിസിൻ ചെയ്യുക. ഇവിടെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഇപ്പോ ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞ ചെടി തന്നെ ഒരു കൊച്ചൊരു ചെടി, അല്ലേ? ആ ചെടിയുടെ ഗ്രോത്ത് സൈസ് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇപ്പം 1 കിലോ കുറുന്തോട്ടി വേര് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ പറമ്പിൽ ചെന്ന് ഒരു 10-500 കുറുന്തോട്ടി പിടിച്ചെടുത്തിട്ടാണ് ചെറിയൊരു ചെടി. കണ്ടിട്ടുണ്ടോ കുറുന്തോട്ടി എന്ന് പറയുമ്പോൾ ചെറിയ. പക്ഷേ
ബയോടെക്നോളജിയിൽ ആ ചെടിയെ നമുക്ക് വലിയൊരു ചെടിയാക്കി മാറ്റാം. സപ്പോസ് അതിന്റെ ഗ്രോത്ത് ഹോർമോൺ, അതിനകത്തുണ്ടാകുന്ന ഗ്രോത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ചെടിക്കും ഗ്രോത്തിന് നിദാനമായിട്ടുള്ള ചില ജീനുകളുണ്ട് അല്ലെ, ആ ജീനുകളുടെ എണ്ണം കൂട്ടിയിട്ടും അവയുടെ അളവ് കൂട്ടിയിട്ടും അവയുടെ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷന്റെ അളവ് കൂട്ടിയിട്ടും നമുക്ക് അതിനകത്തൊരു വലിയ ചെടിയാക്കുവാണെങ്കിൽ പക്ഷേ കുറുന്തോട്ടിയെ നമ്മൾ പിന്നെ ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, അങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല. കുറുന്തോട്ടിയെ നമ്മൾ കൊച്ചൊരു ചെടിയാണ്, അതിന് ഗ്രോത്തിന് കാരണമായി ജീനിനെ മാറ്റി ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീനുകൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെമ്പരത്തി പോലെ വലുതാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു കുറുന്തോട്ടി നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1 കിലോ പേര് കിട്ടും അല്ലെ. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയും. നമ്മൾ ലാർജ് സൈസിലുള്ള അനിമൽസിനെ ഒക്കെ ഉണ്ടാക്കിയെടുക്കും. ഫോർ എക്സാമ്പിൾ ബീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കാള അല്ലെങ്കിൽ എരുമ അല്ലെങ്കിൽ പശു ഇങ്ങനെയൊക്കെ ആണല്ലോ. അതൊക്കെ ഒരു ഗ്രോത്ത് കുറവാണ്, പക്ഷെ അതിന് തന്നെ വലിയ സൈസ് കൂടിയ എന്തിനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അനിമൽസിന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ കിട്ടും അല്ലെ. ഇപ്പം ബീഫിന് വേണ്ടിയിട്ട് ഡബിൾ മസിൽഡ് ആയിട്ടുള്ള അനിമൽസിനെ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ പഠനമായിട്ട് കാണിക്കാം. അപ്പൊ അതൊക്കെ ലാർജ് സൈസാണ്. അപ്പൊ പണ്ടുണ്ടായിരുന്നേക്കാളി വലിയ സൈസ് ഒന്ന് നല്ല ഓർത്ത് നോക്കും നിങ്ങൾ. ഇപ്പൊ നമുക്ക് തന്നെ കിട്ടുന്ന പേരയ്ക്ക ഇല്ലേ, ചെറിയ പേരയ്ക്കയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാട്ടിലൊക്കെ ചെറിയ വളരെ ചെറിയ പേരയ്ക്ക, പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ചെന്ന് നോക്കൂ വലിയ സൈസിൽ പേരയ്ക്ക കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്? സെലക്ഷനിലൂടെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷനിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടാകുന്ന പഴങ്ങളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുമായിരുന്നു. തക്കാളിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ തക്കാളി ഉണ്ടെന്ന് വെച്ചു, അത് 1 ദിവസം 3 ദിവസം കൊണ്ട് ചീഞ്ഞു പോകും. പക്ഷെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന തക്കാളി നമുക്ക് 1 ആഴ്ച 2 ആഴ്ച വരെ ചെയ്യാതിരിക്കും. അത് ബയോടെക്നോളജിക്കൽ പ്രോസസ് വഴി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പറയാം, ഫ്ലവേഴ്സ് ഓവർ ടൊമാറ്റോ എന്നൊക്കെ പറയും. അപ്പൊ ബി.ടി കോട്ടൺ, ബി.ടി റൈസ്, ഇങ്ങനെ ഒരുപാട് ഇതെല്ലാം ബയോടെക്നോളജി വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ്, ജീവജാലങ്ങളിൽ ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തി ധാരാളമായിട്ടുണ്ടാകും. അത് നേരത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു കഥ പറഞ്ഞത്. ഇൻസുലിൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നെങ്കിൽ അത് ഉണ്ടാക്കുന്ന കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമാണ്. അതിൽ നിന്ന് നമുക്ക് വലിയ അളവിൽ ഉണ്ടാക്കാം, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കാം, ആൾസോ ഫംഗസ്, മൈക്രോബ്സ് മാത്രമല്ല ഫംഗസിനെ ഉണ്ടാക്കിയെടുക്കാം. ജനറ്റിക്കലി മോഡിഫൈഡ് ഫംഗസ്, ജനറ്റിക് മോഡിഫൈഡ് പ്ലാന്റിനെ ഉണ്ടാക്കാം, ജനറ്റിക്കലി മോഡിഫൈഡ് അനിമൽസിനെ ഉണ്ടാക്കാം. ശരിയല്ലേ? നമ്മൾ പഠിച്ചല്ലേ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിനെ എങ്ങനെ ഉണ്ടാക്കാം? നമ്മൾ പഠിച്ച അഗ്രബാക്ടീരിയം ഗ്രൂപ്പേഷൻസ് എന്ന വെക്ടർ ഉപയോഗിച്ച്. അനിമലിനെ എങ്ങനെ ഉണ്ടാക്കാം? ബൈ യൂസിങ് റിട്രോവൈറസ്. ബാക്ടീരിയ എങ്ങനെ ഉണ്ടാക്കാം? ബൈ യൂസിങ് പ്ലാസ്മിഡ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പുതിയ സാങ്കേതികപരമായിട്ട് ഉന്നമനമുള്ള ബാക്ടീരിയകളെ, ഫംഗസുകളെ, അനിമൽസിനെ, പ്ലാന്റിനെ എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മനസ്സിലായി? ഇനി അടുത്തത് ബയോടെക്നോളജി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ജനറൽ ട്രയൽസ്. ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് തെറാപ്യൂട്ടിക്സ്, ഔഷധ നിർമ്മാണം. നേരത്തെ പറഞ്ഞ ഞാൻ ഔഷധ നിർമ്മാണ മേഖലയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. നിങ്ങളിപ്പോ തന്നെ കോവിഡിനെതിരെ മരുന്നുണ്ടാക്കുന്നുണ്ടല്ലോ. എങ്ങനെ ഉണ്ടാക്കുന്നത്? ബയോടെക്നോളജിക്കലായിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ? ബയോടെക്നോളജിക്കലായിട്ട് DNA വാക്സിനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിച്ചില്ലേ DNA വാക്സിൻ? അതായപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാം കിട്ടാൻ പോകേണ്ടതാണ്. അപ്പൊ DNA വാക്സിൻ ഉണ്ടാകുന്ന മേഖല അതാരുടെ മേഖലയാണ്? ഈ ബയോടെക്നോളജിക്കൽ മേഖല എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടേതാണ്. അതുപോലെ ആൾസോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം. RPCR ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോവിഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതല്ലേ. അതുപോലെ തന്നെ എൻസൈം ടെസ്റ്റ്, ELISA അല്ലേ, ഇതൊക്കെ ശരി പഠിക്കാൻ പോകണം. ഇതെല്ലാം അതാണ് ബയോടെക്നോളജി ഉണ്ടാക്കിയ മേഖല, പിന്നെ ഗവേഷണത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രീതികളാണ്. അപ്പൊ രോഗനിർണയ മേഖലയിലും ആരുടെ പ്രവർത്തനമുണ്ട്? ഈ ബയോടെക്നോളജിയുടെ പ്രവർത്തനമുണ്ട്. അതാണ് ഡയഗ്നോസിസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഫോർ അഗ്രികൾച്ചർ, കൃഷിക്ക് വേണ്ടിയിട്ട് ജനിതകപരമായ മാറ്റം വരുത്തിയ കൃഷിവിളകൾ, ജനിതക മാറ്റം വരുത്തിയ കൃഷി ഇനങ്ങളെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പിന്നീട് പറയാം. ജനിതക മാറ്റം എപ്പോഴാണ് വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം എക്സാമ്പിൾ പറയാം. നിങ്ങൾ നെല്ല് ഒരു പ്രദേശത്ത് നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ആ നെല്ലിനെയെല്ലാം കീടങ്ങൾ ബാധിക്കും. ഒരു കീടം ബാധിക്കും, ചാഴി എന്നൊരു കീടം ബാധിക്കുന്നത് കരുതിക്കും. നെല്ലിനെ, നിങ്ങൾ നടന്ന നെല്ലിനെല്ലാം ചാഴി എന്നൊരു കീടം ബാധിക്കുന്നു. അപ്പോൾ നെല്ലിനോടൊപ്പം തന്നെ വേറെ ചില ചെടികളുണ്ട്, കാളകൾ അവിടെയൊക്കെ ഉണ്ട് അല്ലെ. ഈ ചാഴി എന്നാണ് കാളകളെ ആക്രമിക്കാത്തത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക പുഴു വന്ന് നിങ്ങളുടെ നെല്ലിന്റെ ഇല തിന്നും. ആ പുഴു പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ചെടികൾ തിന്നുന്നില്ല, നെല്ലിനെ മാത്രം തിന്നുന്നത്. എന്തുകൊണ്ടാണ് തൊട്ടടുത്തിരിക്കുന്ന ചെടി തിന്നാത്തത്? എന്തുകൊണ്ടാണ്? ആ ചെടിക്കകത്ത് ഈ പുഴുവിനെ പ്രതിരോധിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു രാസവസ്തു കാണും. ഇപ്പൊ കാഞ്ഞിരത്തിന് കയ്പ്, ടുബാക്കോ ചെടിക്കകത്ത് നിക്കോട്ടിൻ, തേയില ചെടിക്കകത്ത് ടീൻ, കാപ്പിക്കകത്ത് കൊഫീൻ എന്നൊക്കെ പറയുന്ന അതുപോലെ കെമിക്കലൊക്കെ എന്തിനാണ് ചെടി ഉണ്ടാക്കിയെന്ന് അറിയാമോ? അത് ഓരോരോ കീടങ്ങളെ നാച്ചുറലായിട്ട് റെസിസ്റ്റ് ചെയ്യാനാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓരോ കീടങ്ങളെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇൻക്രീസിങ് അസ്പാർട്ടിക് ആസിഡ്, ഡിക്രീസിങ് നൈട്രജൻ എന്നൊക്കെ പഠിച്ചില്ലേ?
റെഡ്യൂസിങ് ഷുഗർ, അതൊക്കെ ചെടികൾ ചെയ്യുന്നതാണ്. ഫാസ്പാർട്ടിക് ആസിഡ് കൂട്ടുക. അപ്പൊ ചെടികൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഓരോരോ കെമിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ കീടങ്ങളെ നശിപ്പിക്കാൻ. പുളി മരത്തിന്റെ പുളി എന്ന് പറയുന്ന ആ ഫ്രൂട്ടിന് ഒരു പുഴും തിന്നത്തില്ല. കാരണം എന്താ, ഭയങ്കര പുളിപ്പാണ്. അതുകൊണ്ട് നേട്ടം എന്ന് വെച്ചാൽ അതിന്റെ സീഡ് നശിക്കത്തില്ല. സീഡ് എവിടെ വേണമെങ്കിലും കിളിക്കാൻ സഹായിക്കും, അല്ലേ? അതുപോലെ ഓരോ ചെടി ഉണ്ടാക്കുന്ന പോലെ ഇപ്പൊ നെല്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നെല്ലിന്റെ ഇല തിന്നുന്ന ഒരു കീടം അത് തൊട്ടടുത്ത് ചെയ്യുന്ന ചെടിയുടെ ഇല തിന്നുന്നില്ല. അപ്പൊ ശാസ്ത്രലോകം പരിശോധിക്കും എന്തുകൊണ്ട് അടുത്ത് ചെയ്യുന്ന ചെടിയുടെ ഇല തിന്നുന്നില്ല. അപ്പൊ ആ പുഴുവിന് ഇഷ്ടമല്ലാത്ത എന്തോ ഒരു കെമിക്കൽ ആ ചെടിയിലുണ്ട് എങ്കിൽ പിന്നെ ആ ചെടിയിൽ ആ പുഴുവിന് ഇഷ്ടമില്ലാത്തൊരു കെമിക്കൽ ഉണ്ടെങ്കിൽ അതിനുണ്ടാക്കുന്ന ഒരു ജീൻ ആ ചെടിയിൽ കാണുമല്ലോ. ബയോടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ജീനെ ചെടിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നു, എന്നിട്ട് നെൽച്ചെടിയിലേക്ക് കയറ്റി വെക്കുന്നു. എങ്ങനെ? സിമ്പിൾ. എങ്ങനെയാണ് നോക്കൂ. അഗ്രോബാക്ടീരിയം ട്യൂബേഷ്യൻസ് ബാക്ടീരിയക്കകത്ത് ജീന് പൊട്ടിക്കും. എന്നിട്ട് അഗ്രോബാക്ടീരിയം ട്യൂബേഷ്യൻസിനെ ഈ നെൽച്ചെടി ആക്രമിക്കാൻ വിടുന്നു. സ്വാഭാവികമായിട്ടും നെൽച്ചെടിയിലേക്ക് കടന്നു വരും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, പ്ലാന്റിലേക്ക് ജീൻ കണ്ടുപോയി വെടിവെച്ച് കയറ്റിക്കൂടെ, അല്ലെ? ചെടിയിലേക്ക് കയറ്റി വിടുന്ന ഏത് ഘട്ടത്തിൽ കടത്തി വിടണം നമ്മൾ ഓർത്തു. ഇപ്പൊ എന്റെ ശരീരത്തിലല്ല ഒരു ജീൻ കയറ്റി വിടണം, ഇനി നടക്കും. ഒരു ജീൻ എന്റെ ശരീരത്തിൽ എല്ലാ സെല്ലിലും കടത്തി വിടണം വെച്ചാൽ ഇനി നടക്കും? നടക്കത്തില്ല. കാരണം എന്താ, എന്റെ ശരീരത്തിൽ കോടി സെല്ലുണ്ട്. ഓരോ സെല്ലും എടുത്ത് പൊടിച്ച് ചെയ്യുന്നത് പോസിബിൾ അല്ല. പക്ഷെ ഒരിക്കൽ എന്റെ ശരീരത്തെ കയറ്റി വിടാമായിരുന്നു. എപ്പോൾ? ഞാനൊരു സൈഗോട്ടായിരുമ്പോൾ ഒറ്റ സെല്ലേ ഉണ്ടായിരുന്നു, അല്ലേ? ആ ഒരു സെല്ലേക്ക് കയറ്റി വിട്ടാൽ മതിയായിരുന്നു. അത് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാ സെല്ലും വരത്തില്ലേ? അതാണ്. ഇപ്പോൾ ഒരു ചെടിക്കകത്തൊരു ജീൻ കടത്തി വിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഒന്നുകിൽ ഗ്യാമേറ്റ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈഗോട്ട് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എംബ്രിയോ ആയിരിക്കുമ്പോൾ അതിനകത്തോട്ട് കടത്തി വിട്ട് കൊടുത്താൽ മതി. അതിന്റെ എല്ലാ സെല്ലിലും ഈ ജീൻ എത്തിക്കൊള്ളും. ശരിയല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ചെടികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ഇപ്പൊ നെൽച്ചെടിക്കകത്ത് ഫോറിൻ ജീൻ കടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കാറ് ജനിതകപരമായ മാറ്റം വരുത്തിയ വിള. ഇംഗ്ലീഷാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ആരുണ്ടാക്കി? ബയോടെക്നോളജി ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? കാർഷിക മേഖലയിലെ ഉൽപാദനം കൂട്ടാൻ. അപ്പോൾ സാധാരണഗതിയിൽ ആ നെൽച്ചെടിനെ പുഴു ബാധിക്കുമ്പോൾ ആ പുഴുവിനെ തുരത്താൻ നമ്മൾ മരുന്ന് തളിക്കണം, അല്ലേ? അപ്പൊ അതിന്റെ ചെലവ്, മരുന്നുണ്ടാക്കണം, അത് കെമിക്കലാണ്, അത് തളിക്കണം. അപ്പോൾ അതിന് ചിലവുണ്ടാകും. ഒപ്പം ഈ പുഴു ചാവുന്നതിനൊപ്പം തന്നെ നമുക്ക് ഗുണം ചെയ്യുന്ന മറ്റു കിടങ്ങളും ചത്തുപോയിരിക്കാം, അല്ലെ? പുഴുവിനെ കൊല്ലുന്നൊരു കെമിക്കല് ചിലപ്പോൾ മണ്ണിനെ കൊല്ലും, തവളകളെ കൊല്ലും, മണ്ണിലുള്ള പിന്നെ ഡീകമ്പോസിങ് ബാക്ടീരിയകളെ കൊല്ലും, നൈട്രജൻ ഫിക്സിങ് റൈസോബിയ ബാക്ടീരിയയെ കൊല്ലും, ചെറിയ ചെറിയ മത്സ്യങ്ങളെ കൊല്ലും. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ജനിതകപരമായ മാറ്റം വരുത്തിയ വിള ഉപയോഗിച്ചാൽ നേട്ടം എന്താ? മരുന്ന് കളിക്കണ്ട, പൈസ ലാഭം, മരുന്ന് ഉണ്ടാക്കണ്ട, അപ്പൊ അന്തരീക്ഷ ദോഷമില്ല, അപ്പൊ മറ്റു കീടങ്ങൾ ചാവില്ല, അന്തരീക്ഷം മലിനപ്പെടത്തില്ല. അതല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ബയോടെക്നോളജി. The next one, പ്രോസസ്ഡ് ഫുഡ് ഫീൽഡ്. പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല. നിങ്ങളിപ്പോ ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടും, അല്ലേ? പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡാണ്. അപ്പൊ നിങ്ങൾ മീൻ കറി നിങ്ങൾക്ക് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കറി വെച്ച് കിട്ടും, അടുത്ത ദിവസത്തെ ചീഞ്ഞു. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ടിന്നിലടിച്ച ഫുഡാണെല്ലാം. നമ്മൾ ജസ്റ്റ് അത് തുറക്കുക, ചൂടാക്കുക, തിന്നുക. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കും, ഒരു നാശം ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നതിനകത്തും നശിക്കാതിരിക്കാനുള്ള കാരണങ്ങൾക്ക് കാരണമായ ജീനുകളൊക്കെ കടത്തിവിട്ട ചെടികളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ ഒക്കെ ഉള്ള പിന്നീട് ഭക്ഷണ വസ്തുക്കളായിരിക്കാം. അത് ഞാൻ ഏതോ തക്കാളി തന്നെ പറഞ്ഞാലും അത് പ്രോസസ്ഡ് ഫുഡാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ നശിക്കാത്തൊരു തക്കാളി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അതുകൊണ്ടുണ്ടാകുന്ന കറികളും നശിക്കാതിരിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നേട്ടങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് എന്താണ് പ്രോസസ്ഡ് ഫുഡിന്. ബയോ റെമഡിയേഷൻ. ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ജീവജാലങ്ങൾ ഉപയോഗിക്കും. അതാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പല പ്രോബ്ലംസും എക്കണോമിക്കലായിട്ടോ അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടോ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോടെക്നോളജിയെ ഒരു റെമഡിയായിട്ട് ഉപയോഗിക്കാം. കുറെ രോഗത്തെ മേഖലയിൽ, രോഗത്തിന് ചികിത്സാ മേഖലയിലേക്കാണ് കൂടുതൽ ഉപയോഗിക്കാം. അതുപോലെ വേസ്റ്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് ഇപ്പം വേസ്റ്റ് ഉണ്ട്, നിങ്ങൾ വീട്ടിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ തെങ്ങിൻ്റെ വീട്ടിൽ അഴിയിക്കും, അല്ലേ? പക്ഷെ ഒരു വലിയ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ്, നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു കുന്നുപോലാണ് വേസ്റ്റ് കൂട്ടിക്കിടക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു മലയാണ്, പക്ഷെ അങ്ങനെയല്ല. ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വലിയൊരു കുന്നുപോലാണ് കിടക്കുന്നത്. അത് പെട്ടെന്നൊന്നും അഴുകി പോകത്തില്ല. അതിനകത്ത് പല വസ്തുക്കളുണ്ട്. അപ്പൊ അതിനെ ജീവിക്കാൻ കഴിവുള്ള ചില ബാക്ടീരിയകളൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, പറയാം സൂപ്പർ ബഗ്. ഞാൻ പിന്നീട് പറയണം, എപ്പോഴൊന്നും പറയാണ്. കേട്ടിട്ടുണ്ടോ സൂപ്പർ ബഗ് എന്താണ്? അതൊരു ബാക്ടീരിയയാണ്, ബയോടെക്നോളജിക്കലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയക്കകത്ത് സാധാരണ ഹൈഡ്രോ കാർബൺ വിഘടിക്കത്തില്ല. ഹൈഡ്രോ കാർബൺ
പെട്രോളിയം എന്നൊക്കെ പറയത്തില്ലേ, അതൊന്നും സാധാരണ അത് മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ വിഘടിക്കത്തില്ല. പക്ഷെ ഈ ഹൈഡ്രോ കാർബണിനെ വിഘടിപ്പിക്കാൻ കഴിവുള്ള ഈ ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. നമ്മുടെ തന്നെ ഒരു സയന്റിസ്റ്റായ ഹർഗോവും ഖൊരാനയൊക്കെ ചേർന്ന് ഇന്ത്യൻ ബോൺ അമേരിക്കൻ സയന്റിസ്റ്റാണ് അദ്ദേഹം ചേർന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ ഹൈഡ്രോ കാർബണിനെ വിഘടിപ്പിക്കും എന്ന് വെച്ചാൽ പെട്രോളിനകത്തിട്ട് പെട്രോൾ വിഘടിച്ചു. അപ്പൊ ഇതിനെന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ ടാങ്കറുകൾ, വലിയ ലോറികൾ, വലിയ കപ്പൽ, ഓയിൽ ടാങ്കർ കപ്പലുകൾ, അത് ക്രൂഡ് ഓയിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഇന്ത്യയിലേക്കൊക്കെ ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഓയിൽ കൊണ്ടുവരുമ്പോൾ കപ്പലുകൾ ചില മുങ്ങിപ്പോകാം, അപകടത്തിൽ പെട്ടുവരാം. ചിലപ്പോൾ കപ്പലിൽ തന്നെ എണ്ണ ചോർന്ന് കടലിലേക്ക് നിറയാം. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ കടൽപ്പരപ്പ് കിലോമീറ്ററോളം തന്നെ ഈ ഓയിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കും. ഒരു എണ്ണ ടാങ്കർ എന്ന് പറയുന്ന ഒരു കപ്പല് കടല് മുങ്ങിയാൽ, ഒരു കപ്പലിന്റെ ഒക്കെ വലുത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്കൂളിന്റെ ഒരു കെട്ടിടത്തിന് അത്രയും കാണും. അത്രയും നിറച്ചുള്ള ഗാലൻസ് ഓഫ് ക്രൂഡ് ഓയിലുമായിട്ട് കപ്പലിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓയിൽ മുങ്ങി വരും. കപ്പൽ കടലടി കിടക്കും, ഓയിൽ മുങ്ങി വരും. അത് വെള്ളത്തിന് പരന്ന് കിടക്കും, അങ്ങനെ നശിക്കുമോ ഇല്ല, അങ്ങനെ കിടക്കും. അതിനെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഇത് വിഘടിപ്പിക്കും. ഇത് ബയോടെക്നോളജി പ്രോഡക്റ്റ് അല്ലേ? അതാ പറഞ്ഞത്. ഇപ്പം കടൽപ്പരപ്പിൽ പരന്ന് കിടക്കുന്ന എണ്ണ ഒരു വേസ്റ്റ് അല്ലേ, അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞത് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വേസ്റ്റ് ട്രീറ്റ്മെന്റ്. അതിന്റെ എനർജി പ്രൊഡക്ഷൻ അല്ലേ, ധാരാളമായിട്ട് എനർജി പ്രൊഡക്ഷൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പോ വിറക് കത്തിച്ച് ചൂടുണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ വിറക് കത്തിക്കണമെങ്കിൽ മരങ്ങൾ വേണം. അപ്പൊ വിറകിന് വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങൾ ചെറുതായ പോലെ വലുതാണ്. അപ്പൊ മരങ്ങളുടെ രൂപത്തിന് കാരണമാകാവുന്ന ഹോർമോൺ അല്ലെങ്കിൽ പിന്നെ ജീവികൾ കയറ്റി വെച്ച് അങ്ങനെ അതാ പറയുന്നത്. ഈ മേഖലയിലെല്ലാം ഇതൊക്കെ വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇതൊക്കെ ഒരു ഇൻട്രഷൻ മാത്രമേ പറഞ്ഞ് ജസ്റ്റ് പോവുകയാണ്. ഇപ്പൊ ഏതൊക്കെ മേഖലയിലാണ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോ ഫാർമസ്യൂട്ടിക്കൽ മേഖലയില്, ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബുകൾ ഉണ്ടാക്കുന്ന മേഖലയില്, ഫംഗസുകൾ ഉണ്ടാക്കുന്ന മേഖലയിൽ, പ്ലാന്റിനെ ഉണ്ടാക്കുന്ന മേഖല, അനിമലിനെ ഉണ്ടാക്കുന്ന മേഖലയിൽ, ഒപ്പം തന്നെ തെറാപ്യൂട്ടിക്സ് ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയിൽ, ഡയഗ്നോസിസ് രോഗങ്ങളെ നിർണ്ണയിക്കുന്ന മേഖലയിൽ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഫോർ അഗ്രികൾച്ചർ ആ മേഖലയിൽ, പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കുന്ന മേഖലയിൽ, അതുപോലെ ബയോ റെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, ആൾസോ ഫോർ എനർജി പ്രൊഡക്ഷൻ, ഇവിടെ എല്ലാം തന്നെ ആരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്? ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ. മനസ്സിലായല്ലോ? ഇതാണ് പറഞ്ഞു വന്നത്. ഓക്കെ. ഇനി 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി അതൊന്നുണ്ടോ? അത് ഒന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. 3 ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് ബയോടെക്നോളജി. ക്രിട്ടിക്കൽ എഴുതാനില്ല, ശരി ഇൻട്രഷൻ ആണ്, ഇതൊന്നും പരീക്ഷ ചോദിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞു പോകണേ. ഒന്ന്, providing best catalyst in the form of improved organism, usually a microbe or pure enzyme. Providing best catalyst in the form of improved organism. അപ്പൊ നമുക്ക് ചില എന്താണ് കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെ. ഒരു റിയാക്ഷന്റെ വേഗതയെ കൂട്ടുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന റിയാക്ഷൻ വേഗത കൂട്ടി നമുക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ജീവിതത്തെ കുറെ ഈസിയാക്കുകയും ചെയ്യുന്ന ചില കാറ്റലിസ്റ്റുകൾ ബയോടെക്നോളജിയിൽ ഉണ്ടാക്കുന്നത്. അത് ആരായിരിക്കും? മിക്കപ്പോഴും യൂഷ്വലി മൈക്രോബ്സ് ഓർ പ്യൂർ എൻസൈം. ഒന്നുകിൽ മൈക്രോബുകളായിരിക്കാം അല്ലെങ്കിൽ എൻസൈമുകളായിരിക്കും. നമ്മൾ ആദ്യമേ പഠിച്ചു വാട്ട് ഇസ് ബയോടെക്നോളജി എന്ന് പറഞ്ഞപ്പോൾ യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈം ഫ്രം ദെയർ ഓർഗാനിസം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്നും ജീവജാലം അപ്പാടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? അവയുണ്ടാക്കുന്ന എൻസൈമിനെ ഉപയോഗിക്കുന്നു. കൃത്രിമ ഇൻസുലിൻ ഒരു എൻസൈം അല്ലേ? ഇൻസുലിൻ എന്നൊരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഈസ് ആൻ എൻസൈം. അത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ആരിൽ നിന്ന്? ബാക്ടീരിയയിൽ നിന്ന്. അത് ബയോടെക്നോളജിയുടെ കാര്യമല്ലേ? അതാണ് ഈ പറഞ്ഞത്. ഒന്നുകിൽ അവയെ തന്നെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവയുണ്ടാക്കുന്ന എൻസൈമിനെ ഉപയോഗിക്കുന്നു. റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് എൻസൈം ഒരു എൻസൈം അല്ലേ? ബാക്ടീരിയ ഉണ്ടാക്കിയതല്ലേ? അതുപോലെ തന്നെ ഇൻസുലിൻ ഒരു എൻസൈമാണ്, ഒരു പ്രോട്ടീനാണ്. അത് ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാറ്റലിസ്റ്റാണ് അല്ലെ. നമ്മുടെ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാറ്റലിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഇവയൊക്കെ ആര് തരുന്നു? ബയോടെക്നോളജി. നിങ്ങൾക്കറിയാം 1969 ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കൃത്രിമ ഇൻസുലിൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഈ ഷുഗർ എന്ന രോഗം വന്നു കഴിഞ്ഞാൽ 1983 ആദ്യമായിട്ട് ഒരു അമേരിക്കൻ കമ്പനി കൃത്രിമമായ ഇൻസുലിൻ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുന്നത് വരെ ഷുഗർ എന്ന രോഗത്തിന് എന്തായിരുന്നു ചികിത്സ? നിങ്ങൾ പറയും എന്തായിരുന്നു ചികിത്സ? 1983 കഷ്ടിച്ച് എത്ര വർഷമായി? അപ്പൊ അതുവരെയും ഈ സൈലന്റ് കില്ലർ എന്ന് പറയുന്ന നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഈ ഡയബറ്റീസ് എന്ന രോഗത്തിന് ചികിത്സ ഉണ്ടായിരുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ മുൻ തലമുറയിലുള്ള ആൾക്കാർ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, അവരൊക്കെ കാലഘട്ടത്തിൽ അവർക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ
അന്നൊന്നും ചികിത്സ ഉണ്ടായിരുന്നില്ല. അപ്പൊ 1960, 50, 70 കാലഘട്ടത്തിൽ ഒരാൾക്ക് ഷുഗറിന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ നോ ട്രീറ്റ്മെന്റ്, ഭക്ഷണം നിയന്ത്രിച്ചൊക്കെയോ കഠിനമായ വ്യായാമത്തിലൂടെയൊക്കെ നിയന്ത്രിക്കാമെന്നല്ലാതെ. അപ്പം ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ വേറെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഭക്ഷണം നിയന്ത്രിക്കാൻ നോക്കാതെ, ഇപ്പൊ കൈയും കാലം വയ്യാതെ വേദനിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ചലനശേഷി ഇല്ലാതെ ഒരാൾക്ക് ഷുഗർ വന്ന അയാൾക്ക് കഠിനമായ വ്യായാമം ചെയ്ത് കുറയ്ക്കാനൊക്കെ പറ്റില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഷുഗറിന്റെ സൈഡ് എഫക്റ്റുകൾ വന്ന് മരണത്തിന് നേടിയ നിവൃത്തിയുണ്ടായിട്ടുണ്ട് അല്ലേ. കാരണം വേറെ ഔഷധങ്ങളില്ലല്ലോ. എന്തൊക്കെയാണ് സൈഡ് എഫക്ട്? ഇത് ഷുഗർ വന്നു ആദ്യം തന്നെ അവരുടെ പ്രതിരോധശേഷി കുറയും, കിഡ്നിയെ ബാധിക്കും, കരളിനെ ബാധിക്കുന്നു, കണ്ണിന്റെ കാഴ്ച ബാധിക്കുന്നു, പ്രതിരോധശേഷി കുറയും. ഇങ്ങനെയൊക്കെ വന്ന് കൈകാലം മുറിഞ്ഞാൽ നമുക്ക് വഴിക്കുന്നു, പിന്നെ കാല് മുറിക്കേണ്ടി വരുന്നു, കൈ മുറിക്കേണ്ടി വരുന്നു, ഇങ്ങനത്തെ അവസ്ഥകളായിരുന്നു. ഇന്നിപ്പോ നോക്കൂ, മനുഷ്യന്റെ ജീവിതം വളരെ സ്മൂത്തായി. ഷുഗറിന്റെ അസുഖമാണ്, കുഴപ്പമില്ല, ഇൻസുലിൻ കഴിക്കൂ, ഇഞ്ചക്ഷൻ എടുക്കൂ, പ്രശ്നം തീർക്കും. മനസ്സിലായി? അപ്പോൾ അത് മനുഷ്യന്റെ ജീവിതത്തെ കുറെ എന്താണ് സ്മൂത്തൻ ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് പ്രൊവൈഡിംഗ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം. ഒന്നുകിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തെ തന്നെ തരികയാണ്. ഇപ്പം ഇൻസുലിൻ ഉണ്ടാകാനുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ജനറ്റിക്കോട് ക്രോപ്പ്, ബീറ്റി കോട്ടൺ നമ്മൾ പഠിക്കുകയില്ല, അതൊക്കെ ഓർഗാനിസത്തെ തന്നെ തരികയാണ്. ബീറ്റി ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞ ചെടികളുണ്ട്. ഞാൻ ഫ്ലേവർ സോർ ടൊമാറ്റോ ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും നമ്മൾ പറയും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ആര് തരികയാണ്? വയറ്റിന് തരികയാണ്. അല്ലെങ്കിൽ അവയിൽ നിന്നുണ്ടാക്കിയ എൻസൈം, ഇൻസുലിൻ പോലുള്ള എൻസൈം. ഇപ്പൊ ഇത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ DNA വാക്സിൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തരികയാണ്. 2, ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻ ഫോർ ദ കാറ്റലിസ്റ്റിക് ആക്ഷൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ ജനിതകപരമായ മാറ്റം വരുത്ത ജീവജാലങ്ങൾ ഉണ്ടാക്കി അവയിൽ നിന്നും മാക്സിമം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. ക്രിയേറ്റിംഗ് ഒപ്റ്റിമൽ കണ്ടീഷൻ ഫോർ കാറ്റലിസ്റ്റിക് ആക്ഷൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അതല്ലേ ബയോറിയാക്ടർ. ഒപ്റ്റിമം കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവയുടെ പ്രവർത്തനം പരമാവധി ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ഈ പറയുന്നത് വെച്ച് പരത്തി പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ട് വെച്ചെന്നാൽ മാത്രം മതി. വലിയ പോയിന്റ് എഴുതാനൊന്നുമില്ല, എഴുതിയെടുക്കേണ്ട പോയിന്റ് ഞാൻ പറയും, ജസ്റ്റ് കേട്ട് വെച്ചെന്നാൽ മതി. 3, ഡൗൺ സ്ട്രീം പ്രോസസിംഗ് ടെക്നോളജി ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ അങ്ങനെ ബയോറിയാക്ടർ വഴി ഉണ്ടാക്കിയെടുത്തതിൽ നിന്നും വലിയ അളവിൽ നിന്നും പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള മെത്തേഡ് വേണം നമുക്ക്. അത് നമുക്ക് വേണം അല്ലേ. നിങ്ങൾക്ക് ബയോറിയാക്ടറിൽ ബാക്ടീരിയ വളർത്തി ബാക്ടീരിയ എൻസൈം പുറത്തേക്ക് വിടുന്നു, അതിനെ കളക്ട് ചെയ്യാൻ മെത്തേഡില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ ബാക്ടീരിയ പുറത്തേക്ക് വിടുന്ന എല്ലാത്തരം എൻസൈമുകളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള എൻസൈം മാത്രം പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള വിദ്യ. അതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡൗൺ സ്ട്രീം പ്രോസസിംഗ് അല്ലേ. ഇതെല്ലാം ആരുടെ സംഭാവനയാണ്? ബയോടെക്നോളജി സംഭാവനയാണ്. നമ്മൾ ബയോടെക്നോളജി അല്ലേ ഇതെല്ലാം പഠിച്ചത് അല്ലേ. ഇതെല്ലാം ആരുടെ സംഭാവനയാണ്? ബയോടെക്നോളജിയുടെ സംഭാവനയാണ്. മനസ്സിലായി? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 1, ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. അതാ പഠിക്കാം. 2 ആപ്ലിക്കേഷൻ പഠിക്കും. പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയിൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്താണ്? അപ്പൊ ഇവിടെ ആദ്യമേ പറയുന്നത്, ഇന്ന് നമുക്ക് നിലവിലുള്ളത് 3 തരത്തിലുള്ള കൃഷി രീതികൾ അല്ലെ. സോ there are 3 options to increase food production. നമുക്ക് ഇന്ന് 3 തരം കൃഷി രീതികൾ. ഒന്ന് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. 2, ഓർഗാനിക് അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. അടുത്ത ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. സോ വാട്ട് ആർ ദ 3 പ്രാക്ടീസസ് ഓഫ് അഗ്രികൾച്ചർ ഡേ ടു ഡേ ലൈഫ്? ഇന്ന് നമ്മൾ കാണപ്പെടുന്ന 3 തരം കൃഷി രീതികളൊക്കെയാണ്. 1, അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. 2, ഓർഗാനിക് ഫാമിംഗ്, അത് ഓർഗാനിക് അഗ്രികൾച്ചർ. 3, ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ബേസ്ഡ്, ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. എന്താണ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി മേഖലയിൽ കെമിക്കൽസ് ഉപയോഗിക്കുക. അതാണ്. എന്തൊക്കെയാണ് ഈ കെമിക്കൽസ്? അഗ്രോ കെമിക്കൽ ബേസ്ഡ് ഏതൊക്കെയാണ്? 1, ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, കൃത്രിമവളങ്ങൾ അല്ലെ. then pesticide, fungicide, viricide, bactericide, ഇതെല്ലാം കെമിക്കൽസ് ആണ്, രാസവസ്തുക്കളാണ്. കെമിക്കൽസ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് കെമിക്കൽ അല്ലാത്തൊരു വസ്തു ഭൂമിയിലില്ല. ഭൂമിയുടെ എല്ലാ വസ്തുവും കെമിക്കലാണ് അല്ലേ. ജലം തന്നെ കെമിക്കൽ അല്ലേ അല്ലേ. ഒരു ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന ഒരു കെമിക്കലാണ് ജലം. കെമിക്കലാണെന്നൊന്നുമില്ലെങ്കിൽ നമ്മളെടുത്ത് പറയുകയാണ് വീണ്ടും. സോ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്ന കൃഷി ഇതാണ്.
ഇത് നല്ല പ്രൊഡക്ഷൻ തരും, പക്ഷെ എന്തായാലും ദോഷം നമ്മൾ പിന്നീട് പറയും. ഇത് അന്തരീക്ഷത്തെ മലിനപ്പെടുത്തും അല്ലേ, കെമിക്കൽ വാല്യൂകളല്ലേ, പിന്നൊന്ന് ചെലവ് കൂടുതലാണ്, പക്ഷെ വിളവ് കൂടുതൽ അല്ലേ, അതാണ് നേരം. മറ്റൊന്നാണ് എന്താണ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാം എന്ന് പറഞ്ഞാല് പിന്നീട് ചെടിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് തന്നെ ചെടിക്ക് വളമാക്കുക, കന്നുകാലിയുടെ വളങ്ങൾ അതിന് വളമാക്കുക, അങ്ങനെ ജൈവ വസ്തുക്കളെ മാത്രം, അതായത് ജീവജാലം ഉണ്ടാക്കുന്ന വസ്തുക്കളെ മാത്രം വിഘടിപ്പിച്ച് നമ്മൾ ചെടിക്ക് വളമാക്കുന്ന രീതിയാണ് ഇത് ഓർഗാനിക് ഫാമിംഗ്. ജൈവ കൃഷി എന്നൊക്കെ സാധാരണ പറയുന്ന കാര്യമാണ്. അത് പക്ഷേ ചെലവ് കുറവാണ്, പക്ഷേ വിളവ് കുറഞ്ഞു. അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 10-50 വർഷം മുമ്പ് ഇവിടെ ധാരാളം കൃഷിഭൂമി ഉണ്ടായിരുന്നു, പക്ഷേ ഭക്ഷണ ദൗർലഭ്യം. 1960 മുതൽ 2001 വരെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ തുടങ്ങിയത് പറഞ്ഞു. 2010 വരെ അല്ലെങ്കിൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ അതിന് മുമ്പ് പട്ടിണിയിലായിരുന്നു ജനം, പക്ഷെ അന്ന് കൃഷിഭൂമി വളരെ കൂടുതലായിരുന്നു. എല്ലാ വീട്ടിലും പശുക്കളും ഉണ്ടായിരുന്നു അല്ലേ, പക്ഷേ ഉൽപാദനം വളരെ കുറവ്. അതായിരുന്നു അന്ന് ദോഷം. അന്ന് എന്തായിരുന്നു ശരിക്കും ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. അന്ന് ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു, ഒരുപാട് കൃഷിയുണ്ട്, പക്ഷേ ഉൽപാദനം കുറവ്. പിന്നീടാണ് പിന്നെ ഗ്രീൻ റവല്യൂഷൻ ഫലമായിട്ടാണ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ വരുന്നത്. അപ്പൊ ധാരാളമായിട്ട് വിളവ് കിട്ടി, പക്ഷെ നമ്മൾ ധാരാളമായിട്ട് കെമിക്കൽസ് ഉപയോഗിക്കേണ്ടി വന്നു. മൂന്നാമതാണ് എന്താണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ, അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് മൂന്നാമത്തെ രീതിയാണ്. അപ്പൊ ഇതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് നമ്മൾ പറയാനുണ്ടോ. ഒന്ന്, ഗ്രീൻ റവല്യൂഷൻ കോസ്റ്റ് ട്രിപ്പിൾ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ബൈ യൂസിംഗ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെക്ടർ വെറൈറ്റീസ് ആൻഡ് ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഗ്രീൻ റവല്യൂഷൻ 1960 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഗ്രീൻ റവല്യൂഷൻ നടക്കുമ്പോൾ പ്രൊഡക്ഷൻ എത്ര മടങ്ങ് കൂടി? 3 മടങ്ങ് കൂടി. എങ്ങനെയാണ് തെളിയുന്നത്? പഠിച്ചത് 11 മില്യൺ ടണ്ണിൽ നിന്നും ഗോതമ്പ് എത്രയായിട്ട് മാറി? 85 മില്യൺ ടണ്ണായിട്ട് മാറി അല്ലെ, 35 നിന്ന് 75 മാറി. ഇങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം 3 മടങ്ങ് വർധനമാണ് എങ്ങനെ ഉണ്ടാക്കിയത്? കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയത്. എങ്ങനെ ഗ്രീൻ റവല്യൂഷൻ? അവിടെ എന്തൊക്കെ ചെയ്തത്? വൈ ഈൽഡ് തരുന്ന വെറൈറ്റീസ് കൃഷി ചെയ്ത് തുടങ്ങി അല്ലെ, ബെറ്റർ അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. പിന്നെ നല്ല രീതിയിലുള്ള കൃഷി രീതികൾ അഡോപ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, കൃത്രിമവളങ്ങൾ, കീടനാശിനികൾ, കളനാശിനികൾ, അതുപോലെ തന്നെ ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള മരുന്ന് ബാക്ടീരിയോസൈഡ്, വൈറസിനെ നശിപ്പിക്കാനുള്ള മരുന്ന് വൈറസൈഡ്, ഫംഗസ് നശിപ്പിക്കാനുള്ള മരുന്ന് ഫംഗിസൈഡ് ഒക്കെ കളിച്ചൊക്കെ നമ്മൾ കാർഷിക മേഖല ഉത്പാദനം വളരെ ഏറെ കൂട്ടിയിരുന്നു അല്ലെ. ദെൻ ബട്ട് ഫുഡ് വാസ് നോട്ട് ഇനഫ് ടു മീറ്റ് ഡിമാൻഡ്. എന്നിട്ടും ഫുഡ് വേണ്ടത് കഴിഞ്ഞില്ല. നിങ്ങൾ ഇത് ഗ്ലോബലായിട്ടാണ് പറയുന്നത് കേട്ടോ, ലോകം മുഴുവൻ. നമ്മൾ ആവശ്യത്തിന് നമ്മളിപ്പോൾ പറയാം, ഇപ്പോഴത്തെ കോവിഡ് തന്നെ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ 6 മടങ്ങ് ഉണ്ടെന്ന് പറയും. 6 മടങ്ങ് വേണം. ഒരു രാജ്യം എപ്പോഴും 6 മടങ്ങ് എന്തെങ്കിലും ഭക്ഷണം കരുതി വെക്കണം. കാരണം എപ്പോഴാണ് അതിന്റെ ഉപയോഗങ്ങൾ പെട്ടെന്ന് കൂടേണ്ടി വരികയെന്നോ എപ്പോഴാണ് കൃഷി നിൽക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ ആപ്പിൽ തന്നെ പഠിച്ചു, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ് ഫുഡ് പ്രൊഡക്ഷൻ തന്നെ പറഞ്ഞു, ലോകത്തുള്ള ജനതയിൽ 840 മില്യൺ ആൾക്കാർ പട്ടിണിയിലാണ്. ലോകത്തെല്ലാമായിട്ട് ഗ്രീൻ റവല്യൂഷൻ നടപ്പാക്കിയെങ്കിലും അതിന്റെ ഫലമായുണ്ടായ പ്രൊഡക്ടിവിറ്റിയുടെ ഉത്പാദനം എന്ന് പറയുന്നത് പട്ടിണി മാറ്റാൻ പര്യാപ്തമായില്ല. അതിൽ 840 മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഇൻ ഹങ്കർ അല്ലെ, ഹങ്കറിലാണ്, വിശപ്പിലാണ്, പട്ടിണിയിലാണ്. അതിൽ തന്നെ എത്രയോ മില്യൺ ആൾക്കാരാണ് എന്താ ഹിഡൻ ഹങ്കറിൽ, ഭക്ഷണം കിട്ടുന്നതിൽ തന്നെ കുറച്ച് പേര് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും അയണും ഒന്നും കിട്ടാത്തതാണ് ഹിഡൻ ഹങ്കറിലാന്ന് പഠിച്ചില്ലേ. അപ്പോൾ കാർഷിക മേഖലയിൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ നടപ്പാക്കിയിട്ട് പോലും വേണ്ടത്ര ഫുഡ് തികയുന്നില്ല. പിന്നെ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് അല്ലേ, കാരണം കെമിക്കൽസ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ചെലവാണ്. പിന്നെ അത് തളിക്കണം അല്ലേ, അതിന് വേറെ ചെലവ്. ഒപ്പം വേറെ ഗുണങ്ങളും വേറെ ദോഷങ്ങളുള്ളത് നമ്മൾ തളിക്കുന്ന കെമിക്കൽസ്, വൈറസൈഡോ ഫംഗിസൈഡോ ആണെങ്കിലും അല്ലെങ്കിൽ പെസ്റ്റിസൈഡോ ആണെങ്കിലും അത് ആ ടാർഗറ്റ് ഓർഗനിസം മാത്രമല്ല കൊല്ലുന്നത്, മിത്രകീടങ്ങൾ, അതായത് ഫ്രണ്ട്ലി ഓർഗനിസം. മിത്രകീടങ്ങൾ എന്ന് പറയാൻ നമുക്കറിയാം, വെള്ളത്തിലുള്ള തവളകൾ, അത് മിത്രകീടങ്ങളാണ്. അതുപോലെ ചെറിയ മത്സ്യങ്ങൾ, അതുപോലെ പിന്നീട് നമ്മുടെ പറമ്പിൽ പിന്നെ ചെടികളെയൊക്കെ ആക്കുന്ന പുഴുക്കളെ തിരുന്ന വേറെ ചില ജന്തുക്കളൊക്കെ ഉണ്ട് അല്ലെ, ചെറിയ എലികൾ, ചില ശലഭങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം മിത്രകീടങ്ങളാണ്. ഇതെല്ലാം നശിച്ചു. മണ്ണിലുള്ള ഡീകമ്പോസിംഗ് ബാക്ടീരിയ നശിക്കും, നൈട്രോ ഫിക്സിംഗ് ബാക്ടീരിയ നശിക്കും അല്ലെ. അപ്പൊ അത് ദോഷങ്ങളുണ്ട്. അന്തരീക്ഷം മലിനപ്പെടും, വെള്ളം മലിനപ്പെടും, അങ്ങനെയുള്ള ദോഷങ്ങളുണ്ട്. അപ്പോൾ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഈസ് മോർ എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് നോട്ട് അഫോർഡബിൾ ടു തേർഡ് വേൾഡ് കൺട്രി ഫാർമേഴ്സ്. 3ാം ലോക രാജ്യങ്ങളിലെ കർഷകർക്ക് അത് അഫോർഡബിൾ അല്ല. 3ാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കർഷകർക്ക് ധാരാളം പിന്നെ വളമൊക്കെ വാങ്ങിച്ച് കൃഷി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ലഭ്യമല്ല. നമ്മൾ ഇന്ത്യൻ കർഷകരുടെ അവസ്ഥ ഏതാണ്? അത് വിദേശ രാജ്യ കർഷകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടുത്തെ കർഷകരൊക്കെ കൂട്ടു കൃഷിയാണ് അവരുള്ളത്. അവർക്കൊക്കെ സ്വന്തമായി
ഹെലികോപ്റ്റർ വരെയുണ്ട് മരുന്ന് കളിക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് സിനിമ കണ്ട് പരന്ന യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. മോഡേൺ അഗ്രികൾച്ചർ ഇതിനെ കാണാം. അവരുടെ പാടങ്ങളൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ഒരു തുണ്ട് ഭൂമിയൊന്നും അല്ല. അവരുടെ പാടങ്ങളൊക്കെ ചേർന്ന് ഒരു കൂട്ടമായിട്ട് ജീവിച്ചുകൊണ്ട് കമ്പൈൻഡ് ആയിട്ടുള്ള വിശാലമായ ഏക്കറുകൾ ഒന്നിച്ച് കൃഷി ചെയ്യും. കൃഷി ചെയ്യുന്ന എല്ലാ യന്ത്രങ്ങളാണ്, വിളവെടുക്കുന്ന യന്ത്രങ്ങളാണ്, മരുന്ന് കളിക്കുന്ന ഹെലികോപ്റ്ററാണ്. അവിടെ കർഷകർ ഭയങ്കര സമ്പന്നരാണ്, മനസ്സിലായില്ല. അവർക്ക് കാലാകാലങ്ങളായിട്ട് കൂട്ടുകൃഷിയായിട്ട് വലിയ ലാഭം കിട്ടുന്നുണ്ട്. അവര് രാജ്യം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ കർഷകരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, കൃഷി നഷ്ടത്തിലാണ്. അപ്പൊ ഇവിടെയുള്ള കർഷകർക്ക് കൃഷിഭൂമിയിലേക്ക് പിന്നെ എടുത്ത് കീടനാശിനികളൊക്കെ തളിക്കാനുള്ളത് അഫോർഡബിൾ അല്ല എന്നുള്ളത്. അതുകൊണ്ട് അഗ്രോകെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഈസ് more expensive. It is not affordable to third world countries. മറ്റൊന്ന്, conventional breeding practices are not good to increase yield in existing varieties. Conventional breeding practices, conventional എന്ന് വെച്ചാൽ പരമ്പരാഗതമായ ചില കൃഷി രീതികൾ നമുക്കുണ്ട് അല്ലെ. ആ കൃഷി രീതികളെല്ലാം തന്നെ ഇന്നത്തെ ഭക്ഷണത്തിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടത്ര ഉതകുന്നതല്ല. കൺവെൻഷണൽ ബ്രീഡിംഗ് പ്രാക്ടീസ് ആൻഡ് ആൾസോ അഗ്രികൾച്ചർ പ്രാക്ടീസസ് നോട്ട് ഇനഫ് ടു മീറ്റ് ഡേ ടു ഡേ ഡിമാൻഡ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തെ ഭക്ഷണത്തിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തല്ല, വേണ്ടത്ര യോജിച്ചതല്ല. പരമ്പരാഗത കൃഷി എന്നൊക്കെ പറയത്തില്ല. നമ്മൾ പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന പോലെ ചെടികളൊക്കെ ഉണ്ട്, ചേറാടി, ഏറാടി, പൊക്കാളി എന്ന് പറയുന്ന നെല്ലിനങ്ങൾ ഒട്ടും കിട്ടത്തില്ല, ഒട്ടും ഈൽഡ് കിട്ടത്തില്ല, മനസ്സിലായോ. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഉപയോഗിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ 3-4 മടങ്ങ് കൂടുതലാണ് ചൈനയിലൊക്കെ കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി. ജപ്പാനിലൊക്കെ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതലാണ്. അത് കുറെ കൂടെ അഡ്വാൻസ് ആയിട്ട് കൃഷി രീതികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മുടെ വല്ല പ്രശ്നം എന്താ, നമുക്ക് പണം ചെലവാക്കാതെ, അന്തരീക്ഷത്തെ മലിനപ്പെടുത്താതെ, കീടനാശിനിയും തളിക്കാതെ നല്ല ഉൽപാദന ശേഷി കിട്ടുന്ന കൃഷി രീതി വേണം അല്ലേ. അതിന് അഗ്രോകെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഒക്കത്തില്ല, ഓർഗാനിക് ഫാമിംഗ് ഒക്കത്തില്ല. പിന്നെ ഏതാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നെല്ല് നടുന്നു, ഒരു പുഴു വന്ന് നെല്ലിനെ തിന്നുന്നു. അപ്പൊ നെല്ലിനെ ആ പുഴുവിനെ നശിപ്പിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ഇരിക്കുന്ന മറ്റു ചെടികളെ പുഴു ആക്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ ചെടിയിൽ ഈ പുഴുവിനെ പ്രതിരോധിക്കാൻ എന്തോ കെമിക്കൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ചെടി. അതുകൊണ്ടാണല്ലോ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്താൽ മതി, ആ ചെടിയെ തപ്പിയെടുക്കുന്നു, ആ ചെടിയുടെ ഒരു ഉണ്ടാകുന്ന ജീവനെ മുറിച്ചെടുക്കുന്നു, നെൽച്ചെടിയിലേക്ക് കടത്തിവിടുന്നു. സിമ്പിൾ അല്ലേ. അപ്പൊ ആ നെൽച്ചെടി ആരായി? ജനറ്റിക്കലി മോഡിഫൈഡ് നെൽച്ചെടിയായി അല്ലെ. ഈ പുഴുവ നെൽച്ചെടി ആക്രമിക്കോ? ഇല്ല. അപ്പോൾ നേട്ടം എന്താ? നമ്മൾ കീടനാശിനി കളിക്കണ്ട, കളനാശിനി കളിക്കണ്ട അല്ലെ. നെല്ല് നശിക്കുന്നില്ല, അന്തരീക്ഷം മലിനപ്പെടുന്നില്ല, മിത്രകീടങ്ങൾ നശിക്കുന്നില്ല, ജലം മലിനപ്പെടുന്നില്ല, വായു മലിനപ്പെടുന്നില്ല, എല്ലാം ഗുണമായില്ലേ. ഇതല്ലേ നല്ലത്. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ all the issues related with the present cultivation. പ്രൊഡക്ടിവിറ്റി കൂട്ടും. പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള മെത്തേഡുണ്ട്, നമ്മൾ പഠിക്കും. പ്രൊഡക്ടിവിറ്റി കൂട്ടാം, കീടനാശിനികളെ ശല്യം, കളനാശിനി അല്ലെ കീടങ്ങളുടെയും കളകളുടെയും അതുപോലെയുള്ള ശല്യങ്ങളെല്ലാം കുറയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യാം. അതാണ് ജനറ്റിക്കലി മോഡിഫൈഡ് crop based agriculture is the better one, that will fulfill the need of day-to-day demands of foods. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചെടികൾ ഉപയോഗിക്കുകയാണ്. റിസർച്ചസ് ഫോർ പ്രൊഡ്യൂസിംഗ് മാക്സിമം yield in the field by minimizing the use of fertilizer. വളം കുറച്ചു കൊടുക്കുക, മിനിമൈസിംഗ് യൂസ് ഓഫ് കെമിക്കൽസ്, കീടനാശിനികളും പരമാവധി കുറയ്ക്കുക, ആൻഡ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വളരെ കൂട്ടുകയാണെങ്കിൽ ഇത് പറ്റിയ കൃഷി രീതി ഏതാണ്? That is the third method, that's genetically modified crop based agriculture. ഇത്ര നേരം പരത്തി പറഞ്ഞെങ്കിൽ ഒരു ഇൻട്രക്ഷൻ ആണ് കേട്ടോ. ഇനി ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് നമുക്ക് ഓരോരോ ജീവികളുണ്ടാകാം. നോക്കൂ, ഇപ്പം ബാക്ടീരിയ ആണെന്ന് വെച്ചു. ബാക്ടീരിയ ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയ നമ്മൾ ജീൻ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാം ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് GMO? That is genetically modified organism. അതിൽ ആരൊക്കെ വരാം? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആരൊക്കെ വരാം? ഓർഗാനിസം ജന്തുക്കൾ, ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ. അതിൽ ബാക്ടീരിയ വരാം അല്ലെ, ബാക്ടീരിയ. അപ്പൊ എന്ത് വിളിക്കും? GMP. ഫംഗസ് വരാം. അപ്പൊ എന്ത് വിളിക്കാം? GMF. പ്ലാന്റ് വരാം. അപ്പൊ എന്താ വിളിക്കാം? GMP അല്ലേ. ഇനി അനിമൽസ് വരാം. എന്താ വിളിക്കാം?
GMA എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലേ? പരീക്ഷ എക്സ്പാൻഡ് GMF മോണിറ്ററി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് എഴുതി വെക്കരുത്. ജനറ്റിക്കലി മോഡിഫൈഡ് ഫംഗസ്, ജനറ്റിക് മോഡ് പ്ലാന്റ്, ജനറ്റിക് മോഡ് ബാക്ടീരിയ, ജനറ്റിക് മോഡ് വൈറസ് അങ്ങനെ വരാം. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് വൈറസ് ആണെങ്കിൽ GMV ജനറ്റിക്കലി മോഡിഫൈഡ് വൈറസ്. ചുമ്മാ so these are the product of അല്ലെങ്കിൽ organisms that are made genetically modified. So അറിഞ്ഞിരിക്കും genetically modified organisms include genetically modified plant, bacteria, fungus, animals. ഇനി ആരെയാണ് അത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം വിളിക്കുന്നത്? അതിന്റെ ജീനുകളെ മാറ്റിയിട്ടില്ല. ഏതെങ്കിലും ജന്തുവിന്റെ ഒരു ജീൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അത് വൈറസ് ആണ് ജനറ്റിക് മോഡിഫൈഡ് ബാക്ടീരിയ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്തും ആകാം. അപ്പൊ ആരാണ് ജനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസം? So an organism whose gene have been altered by manipulation. Gene have been altered by manipulation. അതായത് ബാക്ടീരിയ ആണ്. ഇത് അതിന്റെ പ്ലാസ്മർ ആണ്. ഞാൻ ഇതിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് കളഞ്ഞിട്ട് വേറെ കഷ്ണം ഒട്ടിച്ചു വെച്ചു. ഇതാരാണ്? GMB ആണ്. ജീൻ മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പം പഠിക്കണം. വാട്ട് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? എനി ഓർഗാനിസം whose gene have been altered by manipulation. മാനിപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ എന്ന് വെച്ചാൽ അതിന്റെ പ്രകൃതിയുള്ള രീതി മാറ്റി വെച്ചു. അതാണ് പ്രകൃതി രീതി ഇല്ല. നമ്മൾ മാനിപ്പുലേറ്റ് മാൽ പ്രാക്ടീസ്, പരീക്ഷയ്ക്ക് മാൽ പ്രാക്ടീസ് പ്രാക്ടീസ് കൊണ്ട് മാൽ പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് വെച്ചാൽ പരീക്ഷ എഴുതുന്ന രീതിയാണ് പ്രാക്ടീസ്. പരീക്ഷയുടെ രീതി നിങ്ങൾ വരുന്നത് അതിൽ മാൽ പ്രാക്ടീസ് ചെയ്യുക, കോപ്പി അടിക്കുക, മാൽ പ്രാക്ടീസ്. അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുക, മാറ്റി മറിക്കുക, സ്വന്തം ജീനുകൾ മാറ്റിയിട്ട് അതിന്റെ എല്ലാതൊരു ജീൻ കയറ്റി എന്റെ സ്വഭാവത്തെ മാറ്റി. മാനിപ്പുലേഷൻ. സോ what is genetically modified organism? It's an organism whose gene have been altered. ജീൻ മാറ്റി by manipulation. നമ്മളാ ചെയ്തത്. ജനറ്റിക്കലായിട്ട് സ്വയം പ്രകൃതി നടന്ന കാര്യമല്ല. നമ്മൾ ഇടപെട്ടുകൊണ്ട് അതിന്റെ ജീനുകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. മനസ്സിലായി? ഇനി എന്തിനാണ് ചെയ്യുന്നത്? ചുമ്മാ ഒരു തമാശയ്ക്ക് ഒരു നെൽച്ചെടി എടുത്തുകൊണ്ട് തോന്നിയൊരു ജീൻ കയറ്റി ഒട്ടിച്ചൊന്നും കാണും അല്ല. അത് നമുക്ക് ചെറിയ എയിമുകളുണ്ടാകും. നമുക്ക് ഓരോ കാര്യത്തിലും എയിമുണ്ട്. നിങ്ങൾ പഠിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നോളജ് അക്വയറാനായിരിക്കാം, ചിലപ്പോൾ വിവരം വയ്ക്കാനായിരിക്കും, അല്ല ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ബുദ്ധി കൂടട്ടെ വിചാരിച്ചിട്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും കാണും അല്ലേ? അതുപോലെ എല്ലാ കാര്യത്തിലും എയിമുണ്ട്. എയിമില്ലാതെ നമ്മൾ ചെയ്യത്തില്ല. ഒരു ബാക്ടീരിയ ഒരു ഫോറിൻ കയറ്റി വിടുമ്പോൾ നമുക്കൊരു എയിമുണ്ട്. ആ എയിമോട് കൂടി ചെയ്തില്ലെങ്കിൽ ഒരുപാട് ആവുകളൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മൾ പഠിക്കും. ഹസാർഡുകൾ എന്താ അവസാനം പഠിക്കും. അപ്പോ വാട്ട് ആർ ദ എയിംസ് ഓഫ് മേക്കിംഗ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? അത് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ എന്താ എഴുതിയിട്ടാണ്? aim for GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാക്കാനുള്ള എയിം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം കാർഷിക മേഖലയിലാണ്. അപ്പൊ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിനെ കുറിച്ച് പഠിക്കും. സോ എയിം ഫോർ മേക്കിംഗ് GMP ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ഉണ്ടാക്കാനുള്ള എയിം എന്തൊക്കെയാണ്? ഒന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ പുസ്തകം നോക്കിയാൽ നോട്ട് തയ്യാറാക്കണം. ഒന്ന്, GM plants are made more tolerant abiotic stresses. അതന്നെ more tolerant, making more tolerant abiotic stress. abiotic stress പിന്നെ കൂടുതൽ ടോളറേറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതെന്തോ ആദ്യം ഓരോ വാക്കും ചിന്തിക്കാം. ടോളറേറ്റ് ചെയ്യുന്ന ചേർന്ന് സഹിക്കുക. ഓക്കെ. അപ്പോൾ അബയോട്ടിക് സ്ട്രെസ് എന്താണ്? അബയോട്ടിക് സ്ട്രെസ്, സ്ട്രെസ് എന്ന് വെച്ചാൽ എന്തുവാ? സ്ട്രെസ്, STRES, സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ മാനസിക സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. നിങ്ങളിപ്പോ +2 പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് കാത്തിരിക്കുമെന്ന് ചോദിച്ചു. എന്നാ റിസൾട്ട് വരുന്ന അറിയാൻ വയ്യ. നിങ്ങൾ TV കണ്ടോണ്ടിരിക്കണം, പെട്ടെന്ന് തന്നെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കണം +2 റിസൾട്ട് ഇന്ന് വൈകിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും എന്ന്. കാണുന്നത് നിങ്ങൾ അതുവരെ തിന്നുകൊണ്ടിരുന്ന ചിപ്സ് അല്ല, ഇല്ലേ? ഷോക്കായി ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ സംഘർഷത്തിലായല്ലേ? റിസൾട്ട് എങ്ങനെയായി? എപ്പോഴാണ് അമ്മ ഭക്ഷണം കഴിക്കാൻ വരും? എനിക്ക് വേണ്ട, വരുന്നില്ല. സിനിമ കാണാം, അത് വേണ്ട. ആ കൂടി ഒരു മാനസിക, അതാണ് ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മാനസിക സംഘർഷം, അത് ശാരീരിക സംഘർഷം ആകാം. വിധത്തിലാണ് അത്. ബയോട്ടിക് സ്ട്രെസ് കൊണ്ട് അബയോട്ടിക് സ്ട്രെസ് കൊണ്ട്. ബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ കിടന്നു, പനിയുടെ ബാക്ടീരിയ കിടന്നു, നിങ്ങൾ പനിയുടെ രോഗലക്ഷണം എല്ലാം നിങ്ങൾ ആകെ തളർന്നിരിക്കുക. അത് എന്ത് സ്ട്രെസ്സാണ്? ബയോട്ടിക് സ്ട്രെസ് ആണ് അല്ലേ? ഇനി എന്താ അബയോട്ടിക് സ്ട്രെസ്? നിങ്ങളിരിക്കുന്ന മുറിയിൽ
ഭയങ്കര ചൂടുള്ള സമയം പെട്ടെന്ന് കാട്ടാൻ പോയി, ഫാനെല്ലാം നിന്ന് വെപ്രാളം, ഇരിക്കാനും വയ്യ, ഭയങ്കര വീട്ടിൽ പുറത്തിറങ്ങിയ ഭയങ്കര ചൂട്, ആ കൂടി ഭയങ്കര ചൂടും അസ്വസ്ഥതയും. സ്ട്രെസ്സല്ലേ? അതെന്ത് സ്ട്രെസ്സാണ്? അബയോട്ടിക് സ്ട്രെസ്സാണ് അല്ലേ? ചെടികൾക്ക് ഇത്ര സ്ട്രെസ് ഉണ്ടോ? ഉണ്ട്. ചെടികൾക്ക് പിന്നെ മാനസിക സ്ട്രെസ് ഒന്നുമില്ല, മെന്റൽ സ്ട്രെസ് ഒന്നുമില്ല അല്ലേ? ബയോട്ടിക് സ്ട്രെസ്സുകളുണ്ടോ? ഉണ്ട്. ചെടികൾക്ക് ബയോട്ടിക് സ്ട്രെസ് ഉണ്ട്. ചെടിയുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ രോഗാണുക്കൾ കടന്ന് രോഗം ഉണ്ടാക്കുന്നു. നമ്മൾ പഠിച്ചില്ലേ ബാക്കി ചെടികൾക്ക് രോഗം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നേരത്തെ പഠിച്ചു, കുറെ രോഗങ്ങളെ കുറിച്ചും പഠിച്ചു അല്ലേ? റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, ബ്രൗൺ റോട്ട് ഓഫ് വീറ്റ് അല്ലേ? അത് പഠിച്ചില്ലേ? അത് രോഗാണുക്കൾ കടന്ന് അതൊരു സ്ട്രെസ്സാണ്. അതിന്റെ സ്ട്രെസ്സാണ് ബയോട്ടിക് സ്ട്രെസ്സാണ്. എന്താണ് അബയോട്ടിക് സ്ട്രെസ്? ചെടികൾക്ക് മണ്ണിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. നല്ല സുഖമാണ് ചെടിക്ക് അല്ല? അത് സ്ട്രെസ്സാണ്. ചൂട് കൂടി വരുന്നു, സ്ട്രെസ് അല്ലേ? മണ്ണിൽ ഉപ്പിന്റെ അളവ് കൂടി വരുന്നു, സ്ട്രെസ് അല്ലേ? മണ്ണിൽ അസിഡിറ്റി കൂടി വരുന്നു, സ്ട്രെസ് അല്ലേ? ആൽക്കലൈറ്റ് കൂടി വരുന്നു, സ്ട്രെസ് അല്ലേ? ഇതൊക്കെ ചെടികൾ സഹിക്കുന്നത്. അപ്പൊ ചെടികൾക്കുണ്ട് എന്ത് സ്ട്രെസ്? അതിൽ ജീവനില്ലാത്ത ഘടകം കൊണ്ടുള്ള സ്ട്രെസ് ആണെങ്കിൽ അതിനെ അബയോട്ടിക് സ്ട്രെസ് എന്നും, രോഗാണുകൾ കിടക്കും പോലെയുള്ള സ്ട്രെസ് ആണെങ്കിൽ അതിനെ ബയോട്ടിക് സ്ട്രെസ് എന്നും വിളിക്കും. അബയോട്ടിക് സ്ട്രെസ് എന്തൊക്കെയാ നോക്കൂ. ചെടികൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്ന് കോൾഡ്നെസ്, ഡ്രൗട്ട് എന്ന് വെച്ചാൽ വരൾച്ച, then heat, then salt, then acidity. ഇതെല്ലാം തന്നെ ചെടികൾക്ക് എന്തിന് സ്ട്രെസ് ഉണ്ടാക്കണം അല്ലേ? നമുക്കിതിനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ട് അങ്ങനെ അല്ലാതെ എടുക്കാൻ കഴിയും. നിങ്ങൾ ഓർത്ത് നോക്കും, നിങ്ങൾ ഒരു നെൽച്ചെടി ഒരു കള്ളിമുൾ ചെടിയും കൊണ്ട് മരുഭൂമി നടും, എന്ത് സംഭവിക്കും? കള്ളിമുൾ ചെടി അവിടെ നിന്ന് വളരും അല്ലേ? നെൽച്ചെടി അങ്ങ് വാടിപ്പോകും. ശരിയല്ലേ? അപ്പൊ കള്ളിമുൾ ചെടിക്ക് നെൽച്ചെടിക്ക് രണ്ടും പ്ലാന്റ് ആണല്ലോ. കള്ളിമുൾ ചെടിക്ക് എന്ത് കഴിവുണ്ട്? അതിന് അബയോട്ടിക് സ്ട്രെസ് ആയിട്ടുള്ള ചൂടിനെ അതിജീവിക്കാനുള്ള മോർ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? നിങ്ങൾ നെല്ല് തന്നെ രണ്ടുതരം നെല്ല്, കരനെല്ല് കണ്ടിട്ടുണ്ടോ? കരനെല്ല് കരയിൽ നടന്നത് നെല്ല, അതിന് വെള്ളം കുറച്ച് മതി അല്ലേ? വയലിൽ നടക്കുന്ന നെല്ലിന് ധാരാളം വെള്ളം വേണം, പക്ഷെ നല്ല ഈൽഡ് കിട്ടും അല്ലേ? കരയിൽ നിൽക്കുന്ന നെല്ലിനോ ഈൽഡ് കുറവാണ്. കരനെല്ലെന്നൊക്കെ പറയും. ഉൾനാടൻ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തില്ല. ചെടി നെല്ലെന്നൊക്കെ പറയുന്നത് ചെടി മരത്തിൽ നിന്നുള്ള ചെടിയാണ്. അപ്പൊ അതിന് ഈൽഡ് കുറവായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, കരയിൽ നിൽക്കുന്ന നെൽച്ചെടിക്ക് ജലാംശം കുറച്ചായാലും മതി, പക്ഷെ വെള്ളത്തിൽ നിൽക്കുന്ന നെൽച്ചെടിക്ക് നല്ല ജലാംശം ആവശ്യമുണ്ട് ഉള്ളതാണ്. അപ്പൊ ഇവിടെ ജീവികളൊന്ന് പരസ്പരം മാറ്റി വെച്ച് നോക്കൂ, എന്ത് സംഭവിക്കും? വെള്ളത്തിൽ നിൽക്കുന്ന നെൽച്ചെടിക്ക്, വയലിൽ നടന്ന നെൽച്ചെടിക്ക് വെള്ളം കുറച്ചും മതി, കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടും അല്ലേ? അതാണ് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാ പറയുന്നത്. അപ്പൊ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് അല്ലേ? അപ്പൊ ഒരു GM റൈസ് പ്ലാന്റ് ആയില്ലേ അത്? പ്ലാന്റ് ക്യാൻ ബി മെയ്ഡ് മോർ ടോളറന്റ് അബൌട്ട് അബയോട്ടിക് സ്ട്രെസ്. അതാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രെസ് കൂടുതൽ സഹിക്കാനുള്ള കഴിവുണ്ടാക്കണം. എന്തെങ്കിലും ചൂട് കൂടുന്നു, തണുപ്പ് കൂടുന്നു, ചെയ്യാം. സാൾട്ട് കണ്ടീഷൻ കൂടുന്നു. ഇപ്പൊ നിങ്ങൾ കടൽത്തീരത്ത് വളരുന്ന ഒരു ചെടിയുണ്ട് എന്ന് പറയാം. കടൽത്തീരത്ത് ധാരാളമായി വളരുന്ന ഒരു ചെടിയുണ്ട്. ചെടി എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു മരം ഞാൻ പറയാം. മരം കടൽത്തീര ഉപ്പുണ്ടല്ലോ, കടൽത്തീര ധാരാളം ഉപ്പുണ്ട് അല്ലേ? ആ ഉപ്പിൽ വളരുന്ന ഒരു ചെടി ഒരു മരം. തെങ്ങ് കടൽത്തീര ധാരാളമുണ്ട്. ഏത് രീതിയിൽ ചെന്നാലും തെങ്ങുണ്ട്. അതിന് ഉപ്പ് ഇഷ്ടമാണ് അല്ലേ? ഉൾനാടൻ കൃഷി രീതിയിൽ ചില കർഷകർക്ക് തെങ്ങിന് ഉപ്പിടാറുണ്ട്. പക്ഷെ നിങ്ങൾ കടൽത്തീരത്ത് കൊണ്ടുവന്ന് നെല്ല് നട്ടാൻ കളിക്കില്ല. കാര്യം എന്താ? അതിന് ഉപ്പ് ഇഷ്ടമല്ല അല്ലേ? അവ നെല്ലിനെ ഉപ്പിനെ ഇഷ്ടപ്പെടുന്ന ചെടി എവിടെയുണ്ട്, ഉപ്പിനെ ഇഷ്ടപ്പെടാത്ത ചെടിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ജീവികൾ മാറ്റി വെക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു നെൽച്ചെടി നമ്മൾ വികസിപ്പിച്ചെടുത്താൽ നമ്മുടെ കടൽത്തീരത്ത് വിശാലമായി പരന്നു നൽകുന്ന ചതുപ്പ് തരത്തിൽ നമുക്ക് നെല്ല് കൃഷി ചെയ്യൂടെ? അതൊക്കെ നേട്ടങ്ങൾ. അതൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞുകൂടെ? ചെയ്യാം. ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. പക്ഷെ റിസർച്ച് നടക്കുന്നു. അങ്ങനെ രണ്ട് പ്ലാന്റ് വെയർ പെസ്റ്റ് റെസിസ്റ്റന്റ് ടു ഹെൽപ്പ് പ്രൊഡ്യൂസ്. അപ്പൊ അടുത്ത് നമുക്ക് എന്താ? വി ക്യാൻ മേക്ക് പ്ലാന്റ് മേക്കിംഗ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്. പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചെടികൾ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞോളൂ. ഒരു പുഴു നെല്ലിനെ ആക്രമിക്കുന്നു. അപ്പോൾ അതിനെ പുഴു ആക്രമിക്കാത്ത ഒരു ചെടിക്കകത്തുള്ള ജീനിനെ ഈ പുഴു ആക്രമിക്കുന്ന നെൽച്ചെടിക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? അതിനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കാം. മനസ്സിലായോ? അതുകൊണ്ടുള്ള നേട്ടം എന്താ? പെസ്റ്റിസൈഡ് തളിക്കണോ? വേണ്ട. അപ്പൊ കൃഷി ലാഭത്തില്ലേ? സോ വി ക്യാൻ മേക്ക് എ പ്ലാന്റ് പെസ്റ്റ് റെസിസ്റ്റന്റ് ആൻഡ് വി ക്യാൻ പ്രൊഡ്യൂസ് എ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ആൻഡ് ഡിക്രീസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഓർ കെമിക്കൽസ്. We can reduce the use of chemicals such as pesticide and viricide, etc., etc. And we can increase the mineral efficiency. Usage of mineral efficiency, increasing mineral efficiency. Mineral usage.
അത് മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഒരു പയർ നട്ടു. നിങ്ങൾ പയർ നട്ട ശേഷം പയറിന് ചുറ്റും കുറച്ച് വളം ഇട്ടു. വളം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പയറിന് ചുറ്റും വളം ഇട്ടപ്പോൾ പയറിന് അപ്പുറത്ത് വന്നിട്ട് കാട്ടിലേക്ക് നിപ്പുണ്ടായിരുന്നു. നിങ്ങൾ വീട് കൊള്ളുന്നില്ല. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അത് വളം പയർ ഏകദേശം അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ നിങ്ങളിട്ട വളം മുഴുവൻ ആര് വലിച്ചെടുത്തു? തൊട്ടപ്പുറത്തിന് കളച്ചെടികൾ വലിച്ചെടുത്തിരിക്കുന്നു അല്ലേ? അപ്പൊ എന്തൊരു കാര്യം മനസ്സിലായി? കളകൾക്ക് നിങ്ങൾ നട്ട വിളകളെക്കാൾ വളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നോക്കൂ, വെറും പന്ന കാട്ടിയിടൊക്കെ എന്ത് പുഷ്ടിയോടെ വളർന്നിരിക്കുന്നു. നിങ്ങൾ കൊണ്ടുവിട്ട പയറും ചീരയൊക്കെ വലുതായി വരാൻ വലിയ പാടാണ് അല്ലേ? ഒപ്പം കാറ്റടിഞ്ഞ ഒഴിഞ്ഞു വീഴുന്നു, പുഴുകൾ തിന്നുന്നു, കീടങ്ങൾ തിന്നുന്നു. അപ്പുറത്ത് നിൽക്കുന്ന കാട്ടിയടി, തൊട്ടാവാടി അല്ലെങ്കിൽ പിന്നെ ഈ താറാവെന്നൊക്കെ പറയുന്നത് നിങ്ങളവിടെ എന്താ പറയുന്നില്ല. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചെടികളെ പുല്ലൊക്കെ നോക്ക്, താഴ്ച വളരുകയാണ്. നിങ്ങൾ വളർന്നിട്ട് പോയിട്ട് ഒരാഴ്ച പുല്ലം വളർന്നു കയറും അല്ലേ? നിങ്ങൾ നട്ടയിലിരിക്കുകയും ചെയ്യും. എന്താ 2 വിലുവലല്ലേ പേര്? 2 വിലുവലല്ലേ വളർന്നിട്ടത്? എന്താണ് അവയ്ക്ക് അവയുടെ മിനറൽ യൂസേജ് വളരെ എഫിഷ്യന്റ് ആണ്. കണ്ടോ, അവയ്ക്കെല്ലാം മിനറൽ യൂസേജ് വളരെ എഫിഷ്യന്റ് ആണ്. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ഈ കളകളിലുള്ള ആ ജീനിനെ അതിലേക്ക് മാറ്റാൻ, വിളകളിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് കൂട്ടാം? അവയുടെ വളത്തെ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടാൻ കഴിയും അല്ലെ? That's what I said. We can increase the usage of mineral. അല്ലെ? ചെടികളിൽ കാരണം ജീനുകൾ മാറ്റി കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എന്താ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വളം കൊണ്ടുവന്ന് വിളകൾ ഇട്ട് കഴിഞ്ഞാൽ ആ വളം വിളകൾ എടുക്കുന്നതിന് മുമ്പ് ആരെടുക്കും? കളകൾ എടുക്കും അല്ലെ? അപ്പൊ കളകളുടെ ജീൻ എന്തിലേക്ക് മാറ്റണം? വിളയിലേക്ക് മാറ്റുവാണെങ്കിൽ കളയേക്കാൾ മുമ്പേ വളം ഇട്ടാൽ ആരെടുക്കും? വിളയെടുക്കും. ശരിയല്ല? അപ്പൊ അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആര് സഹായിക്കും? ഈ ബയോടെക്നോളജി സഹായിക്കും. അതാണ് 4. എൻഹാൻസ് ന്യൂട്രിയന്റ് വാല്യൂ. എൻഹാൻസ് ന്യൂട്രിയന്റ് വാല്യൂ ഇൻ പ്ലാന്റ്സ്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, നിങ്ങൾ അരി ചോറ് കഴിച്ചാൽ നിങ്ങൾ സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ ഗോൾഡൻ റൈസ് എന്ന അരി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ബി, വൈറ്റമിൻ എ ഒക്കെ കിട്ടും. കാരണം അത് ബീറ്റാ കൈറോട്ടിൻ കൂടെ അതിനകത്ത് ഉണ്ടാക്കാനുള്ള ജീൻ അതിനകത്ത് ഈ സയന്റിസ്റ്റിൽ ഇംപ്ലാന്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ നെല്ല് കൊണ്ടുള്ള ചോറ് കഴിച്ചാൽ നിങ്ങൾക്ക് ചോറ് കിട്ടും, വൈറ്റമിൻ ബി കിട്ടും. അതിനൊരു ബ്രൗൺ കളറാണ്. അതുകൊണ്ടാണ് ബീറ്റാ കൈറോട്ടിൻ അടങ്ങിയിട്ടുള്ള നിറമായതുകൊണ്ടാണ് ഗോൾഡൻ റൈസ് എന്ന് വിളിക്കുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. അപ്പൊ നമുക്കങ്ങനെ അവയുടെ എന്ത് ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ വി ക്യാൻ ഇൻക്രീസ് ദ ന്യൂട്രീഷൻ വാല്യൂ സച്ച് ആസ് വി ക്യാൻ എൻഹാൻസ് ന്യൂട്രിയൻ വാല്യൂ സച്ച് ആസ് സ്റ്റാർച്ച് കൂട്ടാം, സ്റ്റാർച്ച് ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ ഫ്യൂവലിന്റെ അളവ് കൂട്ടാം. ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാം. ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെയുള്ള ഇൻക്രീസ് ഉണ്ടാക്കാം. എല്ലാം വർദ്ധിപ്പിച്ചെടുക്കാം. ന്യൂട്രിയൻ വാല്യൂ കൂട്ടിയെടുക്കാം, സ്റ്റാർച്ച് വലുതാക്കിയെടുക്കാം, കൂട്ടിയെടുക്കാം, വൈറ്റമിനെ കൂട്ടിയെടുക്കാം, ഫ്യൂവലിന്റെ അളവ് കൂട്ടിയെടുക്കാം, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൽ ഞാൻ അവരൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ന്യൂട്രിയൻ വാല്യൂ കൂട്ടുകയാണെന്ന് സ്റ്റാർച്ചിന്റെ അളവ് കൂട്ടും. ഇപ്പം നെൽച്ചെടിക്ക് അത് ചെറിയ വിത്താണല്ലേ, പക്ഷെ ചോളത്തിന്റെ വലിപ്പം കുറേ വലുതല്ലേ അല്ലേ? അപ്പൊ ചോളത്തിന്റെ സീഡിന് വലിയ വലിപ്പമാണ്, നെല്ലിന്റെ സീഡ് അല്ലെങ്കിൽ അരി ചെറുതാണ്. അപ്പൊ ഈ വലിപ്പത്തെ നിയന്ത്രിക്കുന്ന ജീവികൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ സങ്കല്പിച്ചു, അല്ലെങ്കിൽ ഒന്നെടുത്ത് മാറ്റി സങ്കല്പിച്ചു നോക്കൂ. അരിമണി വലുതാണ് അല്ലേ? അങ്ങനെ വലുതാകുമ്പോൾ ചോറും വലുതായിരിക്കും. അപ്പൊ ഒരു തവണ ചോറ് തിന്നുമ്പോൾ ചോറ് എണ്ണി പറക്കി തിന്നാൽ മതി അല്ലേ? സത്യം പറയാൻ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പലതും പണ്ടുണ്ടായിരുന്നേക്കാൾ വലിയ വലിയ സൈസാണ്. അത് സെലക്ഷനിലൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഭാവി കാലങ്ങളിൽ ഇതിന്റെ എല്ലാം സൈസ് വർദ്ധിപ്പിക്കാം. ഒരു പ്രശ്നമുള്ളത് ഇപ്പൊ നെൽച്ചെടിക്കകത്ത് നമ്മൾ അരിയുടെ വലിപ്പം കൂട്ടുവാണെങ്കിൽ എണ്ണം കുറയും, കാരണം ചെടി ചെറുതല്ലേ. അപ്പൊ ചെടി വലുതാക്കി എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ വരികേണ്ടി വരും. എന്തായാലും ശരി, അങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം. വൈറ്റമിനെ കൂട്ടിയെടുക്കാം. അപ്പൊ വൈറ്റമിനെ കുറവുള്ള ചെടിക്കകത്ത് അവരുടെ അളവ് 10 മടങ്ങ് കൂട്ടിയെടുക്കാം. നമ്മള് പിന്നെ ബയോ ഫോർട്ടിഫിക്കേഷൻ കൂട്ടിയ കഥകൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ജനറ്റിക് ഇച്ചിരി വേണ്ടി ജീനുകൾ ചേർത്താണ് അവ വർദ്ധിപ്പിക്കുക. ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിക്കും. അപ്പൊ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഇപ്പം വിറകിന് മാത്രം ഉപയോഗിക്കുന്ന ചില മരങ്ങളുണ്ട് അല്ലേ? റബ്ബറൊക്കെ മരം മുറിച്ചു കഴിഞ്ഞാൽ റബ്ബറിന് പാലെടുത്ത് കഴിഞ്ഞാൽ തടിയൊന്നും കൊള്ളത്തില്ല. അത് വിറകിനാണ് ഉപയോഗിക്കുക. അപ്പൊ റബ്ബറിന്റെ സൈസൊക്കെ ഒന്ന് വലുതാക്കി എടുക്കുന്ന രീതിയിലുള്ള ജനറ്റിക് ഇതിൽ മോഡിഫൈഡ് ആയിട്ട് മാറ്റം വരുത്തുവാണെങ്കിൽ അവസാനം റബ്ബർ മുറിച്ചെടുക്കുമ്പോൾ വലിയ തടികൾ കിട്ടുകയും ചെയ്യും അല്ലെ? അങ്ങനെയുള്ള മാറ്റം വരുത്തുക. ഔഷധങ്ങൾ അടങ്ങിയുള്ള നേരത്തെ കുറുന്തോട്ട് കാര്യം പറഞ്ഞു. കുറുന്തോട്ട് ഒരു കൊച്ചു ചെടിയാണ്. അതിന് സൈസ് ഒന്ന് വലുതാക്കുകയാണെങ്കിൽ, വലിയ വേര് പടലം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ ആവശ്യമുള്ള 1 കിലോ വേര് തന്നെ കിട്ടും അല്ലെ? അങ്ങനെ മാറ്റിയെടുക്കുക. ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക. മറ്റൊന്ന് 5
preventing post harvest loss. Preventing post harvest loss. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പോസ്റ്റ് ഹാർവസ്റ്റ് എന്ന് വെച്ചാൽ വിളവെടുത്തതിന് ശേഷമുള്ള നഷ്ടം. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം നമുക്ക് തടയാം. എങ്ങനെ? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഉപയോഗിച്ചാൽ. അല്ല, അതെന്താ ഞാൻ പറയാം. അതാണ് ഞാൻ പറയാൻ വന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. അതൊരു തക്കാളിയുടെ പേര് ഫ്ലവർ സോവർ ടൊമാറ്റോ എന്നാണ്. FLAVR ഫ്ലവർ സോവർ ടൊമാറ്റോ. ഇതെന്താ പറയുന്നത്? ഈ സാധാരണ ടൊമാറ്റോ ചെടിക്കകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, ടൊമാറ്റോ സാധാരണ ചെടിക്കകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ടാണ് ചീഞ്ഞു നശിച്ചു. അത് ചെയ്യാനുള്ള കാരണം ഈ തക്കാളിക്കകത്ത് ഒരു പ്രത്യേക എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേര് പോളിഗാലക്രോണേസ് എന്നാണ്. പഠിക്കാനില്ല, ഞാൻ പറയും. അപ്പൊ തക്കാളി ചീയിക്കുന്ന എൻസൈം വരുന്നതാണ് പോളിഗാലക്രോണേസ്. നിങ്ങളൊന്ന് ഓർക്കണം, തക്കാളി ചെടി ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ചെടി എന്തിനാണ് തക്കാളി ഉണ്ടാക്കുന്നത്? മനുഷ്യൻ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, അതിന്റെ അടുത്ത തലമുറ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ടിനകത്ത് സീഡുണ്ട്. അപ്പോൾ ഫ്രൂട്ട് മണ്ണിൽ വീട് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് ചീഞ്ഞ് ഈ സീഡ് മണ്ണിലേക്ക് വീഴണം. അപ്പോഴത്തേക്കും ഈ ചീഞ്ഞ ഭാഗം കൂടെ മണ്ണിലോട്ട് നമ്മൾ ലയിച്ച് വരുമ്പോഴത്തേക്കും സീഡിന് കിളിച്ചു വരാൻ പറ്റിയ നല്ല ഒരു പോഷക സമൃദ്ധമായ സിറ്റുവേഷൻ വരും, അല്ലേ? അപ്പൊ അതിലൂടെ സീഡ് കിളിച്ചടുത്ത തൈ ഉണ്ടാണ്. ഇതാണ് ചെടി ഉദ്ദേശിക്കുന്നത്. എല്ലാ സീഡും മാങ്ങയൊക്കെ പ്രകൃതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മാങ്ങ അത് ഇടം വീണ് കഴിഞ്ഞാൽ അതിന്റെ പഴുപ്പ് ഭാഗം അഴുകി മണ്ണിൽ വീഴുമ്പോഴത്തേക്കും മണ്ണിത്തിരി വളമുള്ളതായി തീരും. അവിടെ ഈ സീഡ് ഒന്ന് കിളിക്കട്ടെ. മനുഷ്യൻ കൊണ്ട് തിന്നുന്നത് നമ്മുടെ സ്വഭാവം, അല്ലേ? ഇപ്പൊ ചെടി 3 ദിവസം കൊണ്ട് ഈ തക്കാളി അഴുകിക്കളയും. അഴുകട്ടെ, സീഡ് കിളിക്കട്ടെ, അല്ലേ? പക്ഷെ നമുക്കെന്താ കുഴപ്പം? 3 ദിവസം കഴിയാൻ കർഷകർക്ക് നഷ്ടമാണ്. കാരണം പിന്നെ തക്കാളി പറിച്ചെടുത്ത് ചാക്കി കെട്ടി മാർക്കറ്റിൽ കൊണ്ടുവന്ന് അടുത്ത ദിവസമായിരിക്കും. അന്ന് അത് ഒരു കടക്കാരൻ പച്ചക്കറിക്കാരൻ വാങ്ങിച്ച് കടയിൽ കൊണ്ട് വെക്കുന്നതിന്റെ അന്ന് വിറ്റിട്ട് അടുത്ത ദിവസം വീട്ടിലേക്ക് അവന് തോട്ടി കളയേണ്ടി വരും, അല്ലേ? ശരിയല്ലേ? അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ ഈ തക്കാളി ചെടിയിൽ നിന്ന് ഇതുണ്ടാക്കാനുള്ള ജീൻ, ഈ പോളിഗാലക്രോണേസാണ് ചെയ്യിക്കുന്നത്. ആ ജീൻ അങ്ങ് എടുത്തു കളയും. ആ ജീനുകൾ എടുത്തു മാറ്റി കൂട്ടിച്ചേർത്ത സ്വഭാവ മാറ്റം വരുത്താണ്. എന്താ പഠിച്ചത്? ജീനകൾക്കൊക്കെ എന്തുണ്ടാകത്തില്ല? പോളിഗാലക്രോണേസ് ഉണ്ടാകത്തില്ല. അപ്പൊ ഈ പഴം 3 ദിവസം കൊണ്ട് ചെയ്യുമോ? ഇല്ല, അത് 7 മുതൽ 8 ദിവസം എടുത്ത് നാച്ചുറലായിട്ട് ചെയ്യാം. ആ 8 ദിവസം കൊണ്ട് ഈ കടക്കാരനത് എവിടെ വെച്ചേക്കാം? ആ കണ്ണാടി ഡീറ്റിക്കായിട്ട് വെച്ച് വിൽക്കാം. വിൽക്കാൻ ഇംഗ്ലീഷ് ഷെൽഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഷെൽഫ് ലൈഫ് പീരീഡ്, തക്കാളിയുടെ ഷെൽഫ് ലൈഫ് പീരീഡ് കൂട്ടും. മനസ്സിലായോ? വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറഞ്ഞില്ലേ? അതാണ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. ഇതൊക്കെ എൻട്രൻസ്, ഇത് പ്രൊഡക്ട്സ് ചോദിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെ എൻട്രൻസ് ആയിട്ട് ചോദിക്കുള്ളൂ. പോളിഗാലക്രോണേസ് എന്ന് പറയുന്നത് എൻട്രൻസ് ആയിട്ട് ചോദിക്കും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം എന്താണ്? ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ട്? ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. സോ വി ക്യാൻ സേ ദിസ് അഡ്വാൻറ്റേജസ് ഓഫ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇതെല്ലാം ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു കൃഷി മേഖലയിൽ 2 ചെടികളുണ്ട്, അതിനെ കുറിച്ച് പഠിക്കാം. അവളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ആക്ച്വലി ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി മേഖലയില് ബയോടെക്നോളജി ആപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംശയമൊന്നുമില്ല, അതിനകത്ത് ഒരെണ്ണം പഠിക്കാൻ പോകും. ഇതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പക്ഷേ ചോദിക്കും, വാട്ട് ആർ ദ എയിംസ് ഓഫ് ജനറ്റിക് മോഡിഫൈഡ് പ്ലാന്റ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. അത് വളച്ചായിരിക്കും ചോദിക്കുന്നത്. എ സയന്റിസ്റ്റ് ഈസ് going to conduct certain genetic modification plant. What are the aims he may think in his mind? ഇത് ശാസ്ത്രജ്ഞൻ ചെടിക്കകത്ത് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ നടത്താൻ പോവാണ്. എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ? ഇതൊക്കെ അല്ലാതെ അപ്പൊ നിങ്ങൾക്ക് എഴുതാം, ആ ചീരയുടെ ഒരു ഗവേഷണം, ആ ഇലയുടെ ഭംഗി കൂട്ടാൻ വല്ല കാര്യം. ആ മാങ്ങയുടെ ഒരു ഗവേഷണം എന്താണ്? മാങ്ങയ്ക്കകത്ത് ചുവന്ന പൊട്ടു വരാൻ വല്ല കാര്യമുണ്ട്? അങ്ങനെ പശുവിനെ തമ്മിൽ പിന്നെ നല്ല ഇനത്തിൽപ്പെട്ട കാളകളെ പശുവിനെ ഇണ ഇറക്കുന്നത് എന്തിനാണ്? വാലിൽ രോഗം കൂടാനോ, അല്ലെങ്കിൽ നെറ്റിയിൽ അടയാളം വരാനോ, ഭംഗി കൂടാനോ? അല്ല, പാൽപ്പാനം കൂടണം, ഇറച്ചി ഗുണമുണ്ടാവണം, ഇറച്ചി രോഗം കൂടണം, അതൊക്കെ അല്ലേ? അത് ഇതൊക്കെയാണ് ഈ മനസ്സിലായി. സോ ദീസ് ആർ മേ ബി ദ എയിംസ്. ഉടൻ പറയാം, ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് മോർ ടോളറന്റ് അബൌട്ട് abiotic stress such as coldness, drought, heat, salt, acidity, etc. They are making stress in the plant so that we can reduce the use of chemicals such as pesticide, fungicide, etc. Then increasing the use of the mineral usage, that is preventing loss of minerals. ഇത് അതുപോലെ നമ്മൾ വളം ഇട്ടാൽ നഷ്ടപ്പെടുന്ന പ്രക്രിയ കുറയും. So we can increase the absorbability of the plant, that is using the minerals which is applied into the soil.
Then enhance the nutrient value in plants such as increasing starch, vitamin A increasing, fuel efficiency increasing, pharmaceutical increasing, industrial use increasing, ഇതെല്ലാം വർദ്ധിപ്പിക്കാം. അവയുടെ സൈസിനകത്ത് കെമിക്കലിന്റെ അളവ് വർദ്ധിപ്പിച്ച് ഇത് ഏറ്റവും പ്രധാനമാണ് പ്രിവെന്റിംഗ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. That is preventing the loss of productivity product in plant after harvesting. Harvesting ശേഷമുള്ള നഷ്ടം കുറയ്ക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് എന്താണ്? There is an enzyme in the tomato called polygarnase. It is causing the decaying of tomato. Scientists has inactivated or removed the gene from that enzyme so that the plant cannot produce the enzyme, and such tomatoes are called flower sour tomato. It increases the shelf life period. So the can points. ഒന്ന് അവിടെ നമ്മുടെ ജീവനുള്ള പെസ്റ്റിസൈഡ് ബയോ പെസ്റ്റിസൈഡ്. അതിന്റെ പേര് BT കോട്ടൺ. ഇവിടെ 2 പഠിക്കും, പിന്നീട് പഠിക്കും. ഇത് ഒന്ന് ബയോ പെസ്റ്റിസൈഡ്. ഒന്ന് എന്താണ് ബയോ പെസ്റ്റിസൈഡ്? പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താ? കീടനാശിനി. നിങ്ങൾ പിന്നെ കൃഷിയുടെ സാധനങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ പറയാണ് കീടനാശിനിയുണ്ട്, രണ്ടുണ്ട്. ഏത് കീടത്തിനെതിരെയാ? നിങ്ങളത് ചാഴിക്കാണ്, അല്ല ഗാളീച്ച എന്ന, അല്ലെങ്കിൽ വണ്ടും പുഴുന്ന, അല്ലെങ്കിൽ തണ്ട് തുരപ്പൻ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഓരോ ന്യൂവാപ്രോ എന്നൊക്കെ പറഞ്ഞ് ഓരോ തരും. അതെന്താണ്? അത് കെമിക്കലാണല്ലേ. അതിന് ജീവനുണ്ട്? ഇല്ല. അപ്പോൾ നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് അറിയാറ്. ഇതെന്താണ്? ജീവനുള്ള പെസ്റ്റിസൈഡ്. അതെന്താണ്? അങ്ങനെയാണ് കീടങ്ങളെ കൊല്ലുന്ന ജീവനുള്ള പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താ? അതായത് ആ പ്ലാന്റിനെ തന്നെ നമ്മൾ കീടത്തിനെതിരെ പ്രതിരോധശേഷിയുള്ളതാക്കി എടുക്കും. അപ്പൊ കീടത്തിനെതിരെ പ്രതിരോധശേഷിയുള്ള ആ പ്ലാന്റ് ആരാണ്? പെസ്റ്റിസൈഡാണ്. പക്ഷെ പ്ലാന്റിൽ എന്തുണ്ട്? ജീവനുണ്ട്. അപ്പൊ അതാരാണ്? ജീവനുള്ള കീടനാശിനിയാണ്. അതിന്റെ പേരാണെന്ത്? ബയോ പെസ്റ്റിസൈഡ് അല്ലെ. ചെടിയെ തന്നെ നമ്മൾ എന്താക്കുന്നു? കീടത്തിനെതിരെ പ്രതിരോധശേഷിയുള്ളതാക്കി മാറ്റുന്നത്. നേരത്തെ എക്സാമ്പിൾ പറയുന്ന നെൽച്ചെടിയുടെ കാലം അത് തന്നെ പഠിക്കാൻ പോകും. അപ്പോൾ when we are transferring a plant itself into a pesticide, we can say that is a biopesticide. മനസ്സിലായത്? നമുക്ക് വിളിക്കാം ജീവനുള്ള കീടനാശിനി എന്ന് വിളിക്കാം. ഇവിടെ പണ്ടത്തെ കുറിച്ച് പഠിക്കണം BT കോട്ടൺ. BT കോട്ടൺ, BT കോട്ടന്റെ BTയുടെ എക്സ്പാൻഷൻ ആണ് ബാസിലസ് തുറിഞ്ചിയൻസ്. അതാണ് BT. ഒരു ബാക്ടീരിയ പേരാണ്. ഇപ്പൊ ബാക്ടീരിയ പേരാണ് ജീനസ് ആദ്യം ക്യാപിറ്റൽ, അടുത്ത സ്പീഷീസ് അതാണ് B ക്യാപിറ്റൽ B സ്മാൾ BT കോട്ടൺ. ഒരു കോട്ടൺ ചെടിയാണ്. ഈ കോട്ടൺ ചെടി ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ പെസ്റ്റിസൈഡ് ആണ്. അതിനകത്ത് ഈ കോട്ടൺ ആക്രമിക്കുന്ന ഒരു കീടാണ് ഒരു ബോൾവോം എന്നാണ്. ബോൾവോം. ഈ ബോൾവോം കോട്ടൺ ചെടി എവിടെ കൃഷി ചെയ്താലും അതിനെ ശല്യം ചെയ്യും. എങ്ങനെ? അതിന്റെ ഇല നിന്ന് ആ ഫ്രൂട്ടിനകത്ത് ഒരു തുരനകത്ത് കയറിയിട്ട് ഫ്രൂട്ടിനകത്തുള്ള കാമ്പെല്ലാം കയറി. ഇപ്പൊ കോട്ടൺ ചെടിക്കകത്ത് കോട്ടൺ ചെടി ഇങ്ങനെ ഇരിക്കും. കോട്ടൺ ചെടി ഇല ഇങ്ങനെ ഇരിക്കും. ഒരു കായ ഉണ്ടായെന്ന് വെച്ചു, ഈ കാ വിരുത്തി എവിടേക്ക് വിടർന്ന് പൊട്ടും. വിടർന്ന് പൊട്ടാകുമ്പോൾ പഞ്ഞി ഇങ്ങനെ ഉണ്ടാകും. ഇതെടുത്തിട്ടാണ് കോട്ടൺ ഡ്രസ്സൊക്കെ ഉണ്ടാകും, നൂലുണ്ടാകും. അപ്പൊ ഈ കായ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബോർഡ് വന്ന് തുരന്നകത്ത് കയറും. അത് കയറി അതിനകത്തുള്ള സീഡും അതിനകത്തുള്ള എല്ലാം തിന്നു ചീത്തയായി കളയും. അപ്പോൾ കൃഷി നഷ്ടം. അപ്പോൾ കോട്ടൺ കർഷകര് കോട്ടൺ കൃഷി ചെയ്ത് പരുത്തി കൃഷി ചെയ്താൽ കോട്ടൺ പരുത്തിയെന്ന സാർ പരുത്തി കൃഷി ചെയ്താൽ ഈ ബോർഡ് വന്ന് അതിന്റെ കായെല്ലാം തുരന്ന് കയറി തിന്നത്, ഇലയെല്ലാം തിന്നത് തിന്നും. അപ്പൊ കർഷകർക്ക് നഷ്ടം. കർഷകർ പറയാണ് കോട്ടൺ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഈ ബോർഡ് വന്ന് എല്ലാം തിന്നു തീർക്കുന്ന കാരണം വിളവെല്ലാം നഷ്ടം. അപ്പൊ പതുക്കെ പതുക്കെ കർഷകൻ എന്ത് ചെയ്യും? നഷ്ടമാണെങ്കിൽ പിന്നെ കൃഷി വേണ്ടെന്ന് നോക്കും, അല്ലെ വേറെ കൃഷിയാണ് എന്ന് പറയും. ശരിയല്ലേ? ഇപ്പൊ വാഴ നടാൻ വേണ്ടി നിങ്ങൾക്ക് 100 വാഴ നടാൻ നിങ്ങൾക്ക് ചെലവായത് 1,00,000 രൂപയാണ് വെച്ചോ. എന്നിട്ട് അതിന്റെ കൊലയെല്ലാം കൂടെ വെട്ടി കിട്ടിയപ്പോൾ കിട്ടിയത് 50,000 രൂപ. അതിന്റെ പിന്നെ ഇലയെല്ലാം വെട്ടിയപ്പോൾ 5,000 രൂപ. അതിന്റെ തൈയെല്ലാം വെച്ച് കിട്ടിയപ്പോൾ 1,000 രൂപ. ചുരുക്കത്തിൽ 1,00,000 ചെലവാക്കി നിങ്ങൾക്ക് 55,000 രൂപ കിട്ടിയാൽ നിങ്ങൾ അടുത്ത വർഷം കൃഷി ഇറക്കില്ല. അവർ പരുത്തി കർഷകർ കൃഷി നഷ്ടമാണ്. കാരണം എന്താ? കൃഷി നട്ടപ്പോൾ തന്നെ ഈ കീടം വന്ന് നശിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ കൃഷി നിർത്താൻ പോവാണ് എന്ന് വെച്ചാൽ എന്താ നഷ്ടം? ഈ കോട്ടൺ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വൻ വ്യവസായങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഏതാണത്?
കോട്ടൺ ഡ്രസ്സ് നിർമ്മാണം അല്ലെ, പഞ്ഞിയുടെ ഉത്പാദനം, പഞ്ഞി നൂലിന്റെ ഉത്പാദനം, പഞ്ഞി തുണിയുടെ ഉത്പാദനം, അതുപോലെയുള്ള വസ്ത്ര വിപണി വ്യവസായങ്ങൾ ഇതെല്ലാം ഉണ്ട്, അതെല്ലാം നിന്നുപോകും. അപ്പോ ഈ ചെടി കർഷകർ കൃഷി നിർത്താൻ പാടില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് കീടത്തെ ചെറുക്കാൻ, ഈ ബോൾ വർമിനെ ചെറുക്കാൻ കഴിവുള്ള ചെടികളെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അവർ നിങ്ങൾ എന്താ മരുന്ന് കഴിച്ചുകൂടെ? മരുന്ന് കഴിച്ചാൽ കുഴപ്പമെന്താ? ചെലവ് കൂടും, മരുന്ന് വാങ്ങണം. അത് 5-6 തന്നെ കൃഷി ചെയ്തിരിക്കുന്നത്, കിലോമീറ്റർ പാടത്തിലാണ്, അത് തളിക്കണം, അതിന് ചെലവ്. അപ്പൊ തന്നെ കീടങ്ങൾ ചാവുന്നതിനൊപ്പം വേറെ കീടങ്ങൾ ചാവും അല്ലെ, വെള്ളം മലിനപ്പെടും. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളുണ്ടായി അവർ വീണ്ടും ആശുപത്രിയാവും. മൊത്തത്തിൽ ദോഷം കാണും. അതെല്ലാം തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെടിയെ തന്നെ റെസിസ്റ്റന്റ് ആക്കി എടുത്താൽ മതി അല്ലേ. അപ്പൊ ഈ കീടത്തെ കൊല്ലാൻ കഴിയുന്ന, ബോൾവാം പറഞ്ഞ ഈ കീടത്തെ കൊല്ലാൻ കഴിയുന്ന ഒരു കോട്ടൺ ചെടി ഉണ്ടാക്കിയെടുത്താൽ ആ ചെടിയെ വിളിക്കുന്നതാണ് ബീറ്റി കോട്ടൺ. മനസ്സിലായി? പറയാൻ നിർത്തുകയാണ്. എന്ന് പറഞ്ഞത് ബീറ്റി കോട്ടൺ ഇസ് എ ബയോപെസ്റ്റിസൈഡ്. ഇറ്റ് ഹാസ് ആൻ എബിലിറ്റി ടു ഡിസ്ട്രോയ് എ പെസ്റ്റ് കാൾഡ് ബോൾവാം അല്ലേ. Since the plant itself is a pesticide, it is called biopesticide. BT expansion ആണ് Bacillus thuringiensis. മനസ്സിലായല്ലോ? നമുക്ക് ഇത്രയും പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് പഠിക്കും, അത് കഴിഞ്ഞൊരു കാര്യങ്ങൾ പഠിക്കും. അത് ഇത്തിരി ടഫാണ്, എങ്കിൽ നമ്മൾ അതും കൂടെ പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ ഇതുകൊണ്ട് താങ്ക് യു.